സാധാരണ ജനങ്ങളെ പറ്റിക്കാൻ എളുപ്പമാണ്. സൈക്കോളജിക്കലായിട്ട് പറഞ്ഞ പ്രശ്നങ്ങളെ മറ്റുള്ളവർ തെറ്റിദ്ധരിച്ച് ബാധയാക്കി ചിത്രീകരിക്കും. സാമ്യ സ്ത്രീകൾക്ക് തൊടാൻ പാടില്ല, ജപിക്കാൻ പാടില്ല, സ്ത്രീകൾക്കും ജപിക്കാൻ ചാൻസ്. സാമ്യയുടെ പ്രാധാന്യം എന്ന് പറയുമ്പോൾ തന്നെ കലികാലമാണല്ലോ. നമ്മുടെ ചിന്തകളിൽ പോലും നെഗറ്റീവ്നെസ്സുകളാണ്. അപ്പൊ നമുക്ക് സത്യമായി അത് മിഥ്യ അല്ല. സ്വാമി പ്രത്യക്ഷമായ സമയം എന്ന് പറയുന്നത് സ്വാമി തവളയുടെ രൂപത്തിലാണ്. അപ്പം നമുക്ക് എങ്ങനെ ശരീരം നമുക്ക് ഇങ്ങനെ ബൾജ് ചെയ്യാൻ പറ്റും, നമ്മുടെ മസിൽസ് ഒക്കെ എങ്ങനെ വിരിയും. അറിവില്ലായ്മയാണ് നമ്മുടെ ഏറ്റവും വലിയ സംബന്ധിച്ച്. വേണമെങ്കിൽ ഒരു ഭസ്മം കൊണ്ട് ഒരാളുടെ രോഗം മാറ്റാം, ഒരു പൂ കൊണ്ട് ഒരു രോഗം മാറ്റാം പറ്റും. നമസ്കാരം, ബോധിത അലൈൻമെന്റ് സ്പേസിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെയുള്ളത് ഒരു വിശിഷ്ടനായ വ്യക്തിയാണ്. അദ്ദേഹം ഒരുപാട് അനുഭവങ്ങളുള്ള, അതുപോലെ തന്നെ ആത്മീയ രംഗത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തി കൂടെയാണ് ഗുരുജി വിനോദ്ജി. അദ്ദേഹത്തെ പരിചയപ്പെടുത്തുമ്പോൾ മറ്റു ചില കാര്യങ്ങൾ കൂടി പറയേണ്ടതുണ്ട്. അദ്ദേഹം ഒരു ജ്യോതിഷനാണ്, അതുപോലെ തന്നെ ഒരുപാട് ആളുകളെ സഹായിക്കുന്ന ആളാണ്. ഒപ്പം ശക്തിയുടെ പ്രതീകമായിട്ടുള്ള, വായുവിൻ്റെ പ്രതീകമായിട്ടുള്ള സാക്ഷാൽ ഹനുമാൻ സ്വാമിയുടെ ഉപാസകനായിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കേൾക്കാനുണ്ട്. സ്വാഗതം. അങ്ങ് എങ്ങനെയാണ് ഈ ഹനുമാൻ സ്വാമിയുടെ ഉപാസന രീതിയിലേക്ക് എത്തിപ്പെടുന്നത്? സ്വാമിയുടെ ഉപാസന രീതിയിലേക്ക് നമ്മൾ എത്തിപ്പെട്ടത് ചെറുപ്പത്തിലാണ്. ഏകദേശം ഒരു 19 വയസ്സ് പ്രായമുള്ള സമയത്താണ്. അപ്പൊ നമ്മൾ ഗൾഫിലേക്ക് പോകാനുള്ള ഒരു സാധ്യത നോക്കിയിട്ട് ഇതുപോലെ ഒരു സ്ഥലത്ത് സ്വാമിയുടെ ഒരു ഉപാസന ചെയ്യുന്ന സ്ഥലത്ത് ചെന്നതാണ്. അപ്പൊ ആ വ്യക്തിയെ കണ്ടുമുട്ടിയോട് ആ വ്യക്തിയുടെ അടുത്തേക്ക് നമ്മൾ ചെന്നു. ആ വ്യക്തിയോട് നമ്മൾ പോകേണ്ട കാര്യങ്ങളൊക്കെ സംസാരിച്ചു. പക്ഷെ അതൊന്നും നമുക്ക് ജീവിതത്തിൽ നടന്നില്ല. പിന്നീട് ആ വ്യക്തിയായിട്ടുള്ള ഒരു ആത്മബന്ധത്തിന്റെ പുറത്ത് നമ്മൾ ആ വ്യക്തിയായിട്ട് നല്ലൊരു എന്താ പറയാ, ഒരു മകനെ പോലെ ആ വ്യക്തി നമ്മളെ സ്വീകരിച്ച് അദ്ദേഹം ആ ഉപാസന രീതിയിൽ മുന്നോട്ട് പോണതിന്റെ ഒപ്പം തന്നെ നമ്മളെ കൊണ്ട് നടന്നു. അങ്ങനെ വർഷങ്ങളോളം അദ്ദേഹത്തിന്റെ ഒപ്പം നിന്നിട്ടാണ് നമ്മൾ ഈ ഉപാസന രീതി പഠിച്ചെടുത്തത്. ഈ പലപ്പോഴും പല ആളുകളും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഹനുമാൻ സ്വാമി ശക്തിയുടെ പ്രതീകമാണ് എന്നാണ് പറയുന്നത്. നമുക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും, ഇപ്പം മാനസികമായ പ്രശ്നങ്ങളും ഫിസിക്കലി ഉള്ള ശരീരത്തിനുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ മാറ്റി നമ്മളെ ധൈര്യസമേതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഹനുമാൻ സ്വാമിക്ക് വളരെ വലിയ പങ്കുണ്ട് എന്നാണ് പറയുന്നത്. ആലത്തിയൂരിലെ ഹനുമാൻ ക്ഷേത്രം, അതുപോലെ തന്നെ പേടി സ്വപ്നം കാണുന്ന സമയത്ത് വാലുകൊണ്ട് തട്ടി അകറ്റണം എന്നാണ് പറയാറുള്ളത്. ഈ അത്തരത്തിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഹനുമാൻ സ്വാമിയുടെ ഒരു പ്രാധാന്യം എന്താണ്? സ്വാമിയുടെ പ്രാധാന്യം എന്ന് പറയുമ്പോൾ തന്നെ കലികാലമാണല്ലോ, നമുക്കറിയാം. കലികാലത്ത് ഏറ്റവും കൂടുതൽ ഒരു ശക്തിയുക്തമായ ഒരു മൂർത്തി സ്വാമി തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് കലികാലത്ത് ഏറ്റവും കൂടുതൽ ആരാധിക്കേണ്ട ഒരു മൂർത്തിയും സ്വാമി തന്നെയാണ്. നമ്മുടെ അനുഭവത്തിൽ നിന്ന് തന്നെ നമ്മൾ പഠിച്ചൊരു പാഠം അത് തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും എല്ലാവർക്കും സ്വാമിയെ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കില്ല. സ്വാമി ഉൾക്കൊള്ളണമെങ്കിൽ നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പൊ ഇന്നത്തെ കാലഘട്ടത്തില് നമ്മളുടെ മനസ്സിലൊക്കെ മലീനസമായ ഒരു മനസ്സാണ് നമ്മുടെയൊക്കെ. അപ്പൊ നമുക്കിപ്പോ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ പറഞ്ഞ നല്ലതും ചീത്തയും തിരിച്ചറിയാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തേക്കല്ല നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. തിന്മയുടെ കാലഘട്ടമാണ്. അതുമല്ല, ഒരുപാട് ആളുകൾ ഇപ്പൊ ഈ സ്പിരിച്വാലിറ്റിയിൽ വന്ന് നമുക്ക് നല്ലതാണോ ചീത്തയാണോ എന്നൊന്നും പറഞ്ഞു തരാൻ എന്തും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സംഭവമല്ല. ഇപ്പൊ യൂട്യൂബ് പറഞ്ഞ പോലെ ആണെങ്കിലും നമുക്ക് സ്പിരിച്വാലിറ്റിയുടെ ചാനലിൽ ഒരുപാട് പേരുടെ അനുഭവങ്ങൾ അങ്ങനെ തന്നെയാണ്. പക്ഷെ സ്വാമിയെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ സ്വാമിയിലെ ഏറ്റവും മൂർത്തിമത്തായിട്ട് നിൽക്കുന്നത് സത്യസന്ധതയാണ്. ആ സത്യമായ ഒരു പൊരുളിന്റെ ഇപ്പുറത്ത് നോക്കുമ്പോൾ സ്വാമിയാണ് ഇരിക്കുക. കാരണം ഭക്തിയിലാണെങ്കിലും സ്വാമിയെ മാറ്റി കളയാൻ നമുക്ക് സാധിക്കില്ല. അപ്പോ ഈ കലികാലത്ത് സ്വാമിയെ നമ്മൾ ഉപാസന ചെയ്യണമെന്നല്ല പറയണത്. പക്ഷെ ഭക്തിയോടുകൂടി നമുക്ക് മുന്നിലേക്ക് പോവുകയാണെങ്കിൽ സ്വാമി നമുക്ക് അതിന്റെ ഒരു ഊർജത നമ്മളുടെ കുടുംബത്തിനും വ്യക്തികൾക്കും കിട്ടും. നമുക്കൊരു തിരിച്ചറിവ് ബുദ്ധി തരാൻ പറ്റുന്ന ഒരു മൂർത്തിയാണ് സ്വാമി. ഈ പലതരത്തിലുള്ള പ്രയാസങ്ങൾ, ഇപ്പം പലതരത്തിലുള്ള ബാധാദോഷങ്ങൾ, അതുപോലെ തന്നെ ഒരു മനുഷ്യന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഈ ഒരു കാലഘട്ടത്തിലുണ്ട്. ഇത് എനർജീസിനെ പിന്നെ എനർജികളാണ് ഇതിൻ്റെയൊക്കെ പുറകിൽ എന്ന് പറയുന്നത്. അപ്പം നെഗറ്റീവ് എനർജി ഉണ്ട്, പോസിറ്റീവ് എനർജി ഉണ്ട്. പലതരത്തിലുള്ള എനർജികൾ മനുഷ്യനെ ബാധിക്കാറുണ്ട്. അപ്പം ആ തരത്തിലുള്ള പല നെഗറ്റീവ് എനർജികളെയും മാറ്റി നിർത്താൻ ഈ നമ്മുടെ ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഹനുമാൻ സ്വാമിയെ പൂജിക്കുന്നത് കൊണ്ടോ നമുക്ക് കഴിയുമോ? തീർച്ചയായിട്ടും.
അത് ഇന്നത്തെ കാലഘട്ടം വെച്ച് നെഗറ്റീവ് ആണല്ലോ ഏറ്റവും കൂടുതൽ. നമ്മുടെ ചിന്തകളിൽ പോലും നെഗറ്റീവ്നെസ്സുകളാണ്. അപ്പൊ നമുക്ക് സത്യമായി അത് മിഥ്യ എന്ന് തിരിച്ചറിയാൻ പോലും ഈ നെഗറ്റീവ് എനർജി കൊണ്ട് നമുക്ക് സാധിക്കുന്നില്ല. അപ്പൊ സ്വാമിയുടെ എനർജി എന്ന് പറയുന്നത് ഒരു ഹയർ എനർജി തന്നെയാണ്. അത് നമ്മൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ആ എനർജി നമ്മളുടെ ഈ സൂക്ഷ്മ ശരീരത്തിലും സ്ഥൂല ശരീരത്തിലും നമ്മൾ അനുഭവപ്പെട്ടു കഴിഞ്ഞാൽ, നമ്മളിൽ ഒരു തിരിച്ചറിവ് ഉണ്ടായി കഴിഞ്ഞാൽ, നമുക്ക് സ്വാഭാവികമായിട്ടും ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് എന്തിനേയും നേരിടാനുള്ള ഒരു ധൈര്യം, ഒരു ആത്മവിശ്വാസം എന്ന് വേണ്ട നമ്മുടെ ജീവിതത്തിൽ തന്നെ നമുക്ക് മുന്നിലേക്ക് പോകുമ്പോൾ ഒരു സ്വാമിയുടെ ആ ജീവിതചര്യ തന്നെ രാമന്റെ മുമ്പിൽ നിന്നും നയിച്ചൊരു വ്യക്തിയാണ് അദ്ദേഹം. അതുപോലെ തന്നെ നമുക്ക് അദ്ദേഹത്തെ സ്മരിച്ച് ഭക്തിയോടുകൂടി മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ അദ്ദേഹം തീർച്ചയായിട്ടും ആ എനർജി നമ്മുടെ മുമ്പിൽ നിന്നിട്ട് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ തടസ്സങ്ങളും, ബാധാദുരിതം മാത്രമൊന്നുമല്ല, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന സകലവിധ ദോഷങ്ങളും അദ്ദേഹം മാറ്റി കളഞ്ഞ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിക്കും അദ്ദേഹം. അത് നമ്മളുടെ ജീവിതത്തിൽ ഇപ്പൊ ഒന്ന് നമ്മളെ കണ്ടുമുട്ടിക്കണ ആളുകൾക്കാണെങ്കിലും അവരുടെ ജീവിത ലക്ഷ്യത്തിലേക്ക് അവർക്ക് നടന്നു കയറാനായിട്ടുള്ളൊരു അത്താണി അദ്ദേഹമാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ, ഇപ്പൊ ഞാൻ എന്നുള്ളൊരു വ്യക്തിയിലൂടെയാണ് മറ്റുള്ളവര് സ്വാമിയെ അറിയണത്. പക്ഷെ അതിലപ്പുറത്തേക്ക് സ്വാമിയെ നമ്മളിലൂടെ അല്ല അറിയേണ്ടത്. സ്വയം അവര് തിരിച്ചറിഞ്ഞ് സ്വാമിയെ സ്നേഹിക്കുക. സ്വാമിയുടെ ഉപാസന നമ്മൾ കൈക്കൊണ്ടോടുകൂടി, ഇപ്പൊ നമ്മളത് കൊണ്ട് നടക്കുന്നതോടുകൂടി സമൂഹത്തിൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് താങ്കൾ പറഞ്ഞ പോലെ ഈ ബാധാദുരിതങ്ങൾക്കൊക്കെ ഏറ്റവും നല്ലൊരു മൂർത്തി ഭാവമാണ് സ്വാമി. അപ്പൊ സ്വാമിയുടെ മുമ്പില് ഹനുമാന്റെ ചാലീസ തന്നെ പറയുന്നത് 7 പറമ്പട അകലെയാണ് പ്രേതബാധ മാറി നിൽക്കാന്ന് പറയണത്. അപ്പൊ അദ്ദേഹത്തെ നമ്മൾ സ്നേഹിച്ച് കൊണ്ടു നടക്കുമ്പോ ഒരു ബാധ പോലും നമ്മുടെ എനർജിയിലേക്ക് കയറി വരില്ല, ഒരു ദൃഷ്ടി പോലും നമ്മളുടെ അടുത്ത് പതിയില്ല എന്നുള്ളതാണ്. അപ്പൊ അത് അനുഭവത്തിൽ നിന്ന് തന്നെ നമ്മൾ പഠിച്ചൊരു പാഠം തന്നെയാണത്. അപ്പൊ ബാധകളുടെ ദുരിതങ്ങളൊക്കെ മാറ്റാൻ സ്വാമിക്ക് അതിൻ്റെതായ ഒരു സവിശേഷ അഷ്ടസിദ്ധികളൊക്കെ സ്വാമിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ അഷ്ടസിദ്ധിയിലൂടെ തന്നെയാണ് സ്വാമി നമ്മുടെ അടുത്ത് വരുന്ന വ്യക്തികളിലേക്ക് എന്തെങ്കിലും ബാധാദുരിതങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയായാലും വലിയ പൂജയോ അല്ലെങ്കിൽ വലിയ വഴിപാടൊന്നും കഴിക്കാതെ തന്നെ അവരിൽ ഒരു മാറ്റം സംഭവിച്ച അനുഭവങ്ങൾ നിരവധി ഉണ്ട്. തീർച്ചയായിട്ടും. ഇപ്പം ഇങ്ങനെ പറയുന്ന സമയത്തും അങ്ങയിലൂടെ ഹനുമാൻ സ്വാമിയുടെ ഒരുപാട് ഉപാസകന്മാരും നമുക്ക് കാണാൻ കഴിയില്ല. കേരളത്തിൽ തന്നെ ഹനുമാൻ സ്വാമിയുടെ ഉപാസകന്മാർ കുറവാണ്. നോർത്തിലൊക്കെ ഉണ്ട്, എന്നാലും കേരളത്തിൽ താരതമ്യേന കുറവാണ്. പക്ഷെ അങ്ങ് എങ്ങനെയാണ് ഈ ഉപാസന സംഭവത്തിലേക്ക്, അതായത് ഉപാസന രീതിയിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ് പിന്നെ ആളുകൾക്ക് അത്, മറ്റുള്ള ആളുകൾക്ക് അത് മനസ്സിലാവുക? അല്ലെങ്കിൽ ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങയുടെ ശരീരത്തിൽ സ്വാമി വരാറുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ അത് പല ആളുകൾക്കും പല സംശയങ്ങളുണ്ടാവും. അങ്ങനെ വരുമോ, അത് സത്യമാണോ, യാഥാർത്ഥ്യമാണോ, ഇനി നമ്മളത് എന്താണ്, നമ്മൾ സ്വയം അങ്ങ് ചെയ്യുന്നതാണോ എന്നൊക്കെയുള്ള പലതരത്തിലുള്ള സംശയങ്ങളുണ്ടാവും. യഥാർത്ഥത്തിൽ എന്താണ് അപ്പോൾ സംഭവിക്കുന്നത്? അങ്ങയുടെ ശരീരത്തിൽ അങ്ങനെ വരാറുണ്ടോ? അല്ല, സ്വാമി പ്രത്യക്ഷമായ സമയം എന്ന് പറയുന്നത് സ്വാമി ഒരു തവളയുടെ രൂപത്തിലാണ് ആദ്യമായിട്ട് എനിക്ക് പ്രത്യക്ഷമാവുന്നത് എന്റെ കാലിന്റെ ഉള്ളില്. അത് ഞാൻ നിൽക്കണ ആ ഗുരുനാഥന്റെ അടുത്ത് വെച്ചിട്ടാണ് ഇത് സംഭവം ഉണ്ടാവുന്നത്. അതൊരു ഹനുമൽ ജയന്തിയുടെ ദിവസമാണ്. അതിലൂടെയാണ് ഞാൻ സ്വാമിയെ തിരിച്ചറിഞ്ഞത്. ഈ എനർജിയെ തിരിച്ചറിയണത് ജീവിതത്തിൽ ആദ്യം ഒരു 20 വയസ്സിലാണ് ഞാൻ സ്വാമിയെ തിരിച്ചറിഞ്ഞത്. പക്ഷെ അത് സ്വാമി എന്നെ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് എനിക്കിതൊന്നും മനസ്സിലാക്കാനുള്ള പ്രായമല്ലായിരുന്നു. പിന്നീട് അദ്ദേഹത്തിൽ നിന്നൊക്കെ വന്നു പിന്നീട് ആണ് ഞാൻ സ്വാമിയെ തിരിച്ചറിഞ്ഞത്. അപ്പോൾ ഇപ്പൊ നമ്മൾ സ്വാമിയുടെ നൃത്തം എന്ന് പറയുമ്പോൾ സംഭവം തന്നെ നൃത്തം എന്നൊക്കെ ആളുകൾ പറയണു. പക്ഷെ സ്വാമിയെ നമ്മൾ അനുഭവപ്പെടുന്നത് സ്വാമിയുടെ ഹോമം ചെയ്യുന്ന സർഫസിലാണ്. അപ്പൊ നമ്മുടെ സ്വാമിയുടെ ഹോമം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ അതിന്റെ ഒരു പ്രസന്റ് നമ്മൾ തിരിച്ചറിയാറുണ്ട്. അതിൽ നിൽക്കണ ആളുകൾക്കും ആ ഒരു തിരിച്ചറിവ് സ്വാമി കൊടുക്കാറുണ്ട്. അത് വരും ആ സമയത്ത് കൃത്യമായിട്ട് നമുക്ക് അനുഭവപ്പെടാൻ പറ്റും. അതൊരു ഹയർ എനർജിയാണ്. തീ പോലെ ഇരിക്കും ആ സമയത്ത്. നമ്മളുടെ ആ ഒരു ബോധമണ്ഡലം നഷ്ടപ്പെട്ടു പോകും. നമ്മുടെ കണ്ണുകൾക്ക് മാറ്റം വരും, നമ്മുടെ ശരീരത്തിന് മാറ്റം വരും, നമ്മൾ ആ രൂപത്തിലേക്ക് മാറും, നമ്മളുടെ ഭാഷയ്ക്ക് മാറ്റം വരും. എല്ലാം കൊണ്ടും ഒരു പ്രത്യേകത തന്നെയാണ് ആ സമയത്ത്. അപ്പൊ അവിടെ നിൽക്കുന്ന ആളുകൾക്ക് അത് ഒരുപാട് അനുഭവപ്പെട്ടിട്ടുണ്ട്. അതൊരിക്കലും നമുക്ക് കള്ളത്തരം ചെയ്തൊന്നും കാണിക്കാൻ പറ്റുമൊന്നുമില്ല. കാരണം അങ്ങനെയൊന്നും ഒരു അട്ടഹാസം എടുക്കാനോ അല്ലെങ്കിൽ ശരീരം നമുക്ക് ഇങ്ങനെ ബൾജ് ചെയ്യാൻ പറ്റും. നമ്മുടെ മസിൽസ് ഒക്കെ എങ്ങനെ വിരിയും. നമ്മുടെ കണ്ണിന്റെ ദൃഷ്ടി തന്നെ മാറും, നമ്മുടെ ഫേസ് മാറും, നമ്മുടെ ശബ്ദങ്ങൾ മാറും. പിന്നെ ആ നിൽക്കണ വ്യക്തികളുടെ കറക്റ്റ് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും ആ സമയത്ത്.
അതായത് മുമ്പിൽ നിൽക്കുന്ന ഒരു മനുഷ്യന്റെ അവര് പറയാത്ത കാര്യങ്ങൾ പോലും നമുക്ക് കറക്റ്റ് ആയിട്ട് ഉള്ളിലോട്ട് വരും. ഉള്ളിലേക്ക് വരും. കറക്റ്റ് നമ്മൾ കഴിക്കണ ആ സമയത്ത് ആ സർഫസിലുള്ള എന്ത് ഭക്ഷണമാണോ ഒരു മനുഷ്യന് കഴിക്കണേക്കാളും കൂടുതൽ ഭക്ഷണം നമ്മൾ കഴിക്കാൻ പറ്റും നമുക്ക്. അപ്പൊ അത് ഇപ്പൊ പഴം ആയിക്കോട്ടെ, ഫ്രൂട്ട്സ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അതൊക്കെ നമ്മൾ ധാരാളം കഴിക്കും. ആ സമയത്ത് നമ്മുടെ ബോധമണ്ഡലം നഷ്ടപ്പെട്ടു പോകും നമുക്ക്. ഒരു മനുഷ്യന് ഒരു വിശപ്പടക്കം എത്രത്തോളം വേണ്ടി വരും ഒരു ഫ്രൂട്ട്സ് ഒക്കെ. പക്ഷെ അതിൽ കൂടുതലാണ് നമ്മൾ കഴിക്കാൻ സമയത്ത്. ഇത് എങ്ങനെ ദഹിക്കണമെന്ന് ചോദിച്ചാൽ നമുക്ക് പോലും അറിയില്ല ആ മണ്ഡലത്തിൽ. ഇത് കഴിഞ്ഞാൽ നമുക്ക് നല്ല വിശപ്പുണ്ടാവും. ഇത് കഴിഞ്ഞാൽ നല്ല വിശപ്പാവും. ഈ കഴിച്ച ഭക്ഷണമൊക്കെ എവിടേക്ക് ദഹിച്ചു പോകണം. അപ്പൊ ഒരു അഗ്നിയാണ് ആ സമയത്ത് നമ്മളിൽ ഇരിക്കുന്നത്, വരണത്, പ്രവർത്തിക്കുന്നത്. അതിലെല്ലാം ആ അഗ്നി അവിടെ മൊത്തം വ്യാപിക്കാൻ, ആ എനർജി മൊത്തം വ്യാപിക്കുമ്പോൾ ആ മണ്ഡലത്തിൽ പോസിറ്റീവ്നെസ് വരാണ്. അവിടെ ബാധകൾക്കോ അല്ലെങ്കിൽ മറ്റുള്ള മൂർത്തികൾക്കോ ഒന്നും അവിടെ നിൽക്കാൻ പറ്റില്ല ആ സമയത്ത്. ഇപ്പം പല ആളുകൾക്കും പല മനുഷ്യന്മാർക്കും ഉള്ള പ്രയാസം എന്ന് പറയുന്നത് ഈ ബാധാദോഷം വലിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അവരെ. അതുകൊണ്ട് ജീവിതം തന്നെ നശിക്കുന്ന ആൾക്കാരുണ്ട്, പ്രശ്നങ്ങളുണ്ട്. നമുക്ക് മനസ്സിലാവില്ല. ഇപ്പം ജ്യോതിഷന്മാരുടെ അടുത്ത് പോയാൽ പോലും ആരോടും മറിഞ്ഞിരിക്കുന്ന അവസ്ഥ, പലതരത്തിലും എന്താണ് ഇപ്പൊ ഒരു അസുഖത്തിന്റെ കാരണം എന്താണെന്ന് മനസ്സിലാവാതെ അവരുടെ കുടുംബം തന്നെ നശിച്ചു പോകുന്ന അവസ്ഥയുണ്ട്. പല ഈ പറയുന്ന കർമ്മികളുടെ അടുത്ത് പോയിട്ടും അതുപോലെ തന്നെ ഈ ഇത്തരം മന്ത്രവാദികളുടെ അടുത്ത് പോയിട്ടും ഒക്കെ അതും ഒന്നും ശരിയാവാത്ത അവസ്ഥയുണ്ട്. പക്ഷെ അവിടെ ഹനുമാൻ സ്വാമിക്ക് വലിയ പ്രാധാന്യം ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് അത്രമേൽ ശക്തിയുടെ പ്രതീകമായിട്ടുള്ള ഹനുമാൻ സ്വാമിയുടെ അടുത്ത് ഒരു ബാധയും നിൽക്കില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങ് ചെയ്യുന്ന ഈ ഹനുമത് എന്താ പറയാ, ആ ഒരു ഹോമം ഉണ്ടല്ലോ, ആ ഹോമം ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ബാധാദോഷങ്ങളൊക്കെ ഏറ്റ ആളുകൾക്ക് അത് മാറ്റാൻ കഴിയുന്നുണ്ടോ? തീർച്ചയായിട്ടും. നമ്മളതൊരു അവകാശവാദം അല്ല, അതൊരു അനുഭവമാണ് നമ്മുടെ. കാരണം സ്വാമിയുടെ ഹോമം ചെയ്യുന്ന സമയത്ത് സ്വമേധയാ ബാധയുള്ളവർക്ക് ആ സർഫസിൽ നിൽക്കാൻ പറ്റാറില്ല. കാരണം അവരിൽ ആ എനർജി, അത് ബാധയാണെങ്കിൽ മാത്രമേ ആ സർഫസിൽ അത് വരുള്ളൂ. അതല്ല, ഒരു സൈക്കോളജിക്കൽ പ്രോബ്ലം ഉണ്ട്. ഇവിടെയാണ് ഒരു ഉപാസകനെ സംബന്ധിച്ച് തിരിച്ചറിവ് നമുക്ക് കിട്ടേണ്ടത്. ഒരു ഉപാസകനെ സംബന്ധിച്ചാണ് അത് കിട്ടേണ്ടത്. സാധാരണ ജനങ്ങളെ പറ്റിക്കാൻ എളുപ്പമാണ്. സൈക്കോളജിക്കലായിട്ട് വരുന്ന പ്രശ്നങ്ങളെ മറ്റുള്ളവർ തെറ്റിദ്ധരിച്ച് ബാധയാക്കി ചിത്രീകരിക്കും. അവിടെയാണ് നമുക്കൊക്കെ ഉള്ള തകരാറ്. അപ്പൊ അത് സൈക്കോളജിക്കൽ പ്രോബ്ലം ആണോ അതല്ല അത് യഥാർത്ഥമായ ഒരു ബാധയാണോ എന്നുള്ള ഒരു തിരിച്ചറിവ് ഉപാസകനെ സംബന്ധിച്ച് വേണം. ഉപാസകന്റെ ഉള്ളിൽ സത്യസന്ധത ഉണ്ടെങ്കിലേ ഈ തിരിച്ചറിവ് അവിടെ കിട്ടുള്ളൂ. ആ ഉപാസകനും ആ ഉപാസന മൂർത്തിയായിട്ട് ഒരു അഭേദ്യ ബന്ധം ഉണ്ടെങ്കിൽ മാത്രമേ ആ തിരിച്ചറിവ് ഉപാസകന് ആ മൂർത്തി കൊടുക്കുള്ളൂ. ആ ഉപാസകന്റെ ഉള്ളിൽ ഒരു തട്ടിപ്പുകാരനാണ്, അല്ലെങ്കിൽ അവന്റെ ഉള്ളിൽ ഒരു കളങ്കത്തരം ഉണ്ടെങ്കിൽ അവന്റെ ഉള്ളിൽ സൈക്കോളജിക്കലായിട്ടുള്ള പ്രോബ്ലത്തിൽ അവരെന്താക്കി മാറ്റും, ബാധയാക്കി ചിത്രീകരിക്കും. സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് സൈക്കോളജിക്കലാണോ ബാധയാണോ എന്നുള്ള തിരിച്ചറിവൊന്നും ഉണ്ടാവില്ല. അവര് ഈ രണ്ടു വശം ഒരേ സർഫസേക്കടെ അവര് പെരുമാറാം. പക്ഷെ ആ തിരിച്ചറിവ് ബുദ്ധി ഒരു ഉപാസകന് ഉണ്ടെങ്കിൽ ആ ഉപാസകന് ആ ആത്മാവിനെ രക്ഷിക്കാൻ പറ്റും. അല്ലെങ്കിൽ ആ സ്വാമിക്ക് ആ വ്യക്തിയെ മാറ്റിയെടുക്കാൻ പറ്റും. അപ്പൊ രോഗമാണെങ്കിൽ അതിന് നമുക്ക് ഒരിക്കലും സ്വാമിയിലൂടെ മാറ്റം പറ്റില്ല. അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഡോക്ടറെ തന്നെ കാണിക്കണം. അവരെ പറഞ്ഞ് മനസ്സിലാക്കി ആ ഡോക്ടറുടെ സന്നിധിയിലേക്ക് കൊണ്ടുപോയിട്ട് അത് ചികിത്സ ചെയ്ത് മാറ്റണം. അത് ബാധയാണെങ്കിൽ അത് സ്വാമി കയ്യോടെ തന്നെ അത് മാറ്റി കൊടുക്കും. അവിടെ പ്രത്യേകിച്ച് വേറെ ഒരു ആവാഹനോ ഒന്നും വേണ്ട. ആ സാന്നിധ്യത്തിൽ തന്നെ അത് പോവും. പിന്നെ വേണമെങ്കിൽ അവരുടെ ശരീരരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവർക്ക് ബ്രേസ്ലെറ്റോ അല്ലെങ്കിൽ അതെന്തോ അവരുടെ ഇഷ്ടം, ഏലസോ, അതൊക്കെ എത്രത്തോളം ഗുണമാകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഒരു പരിധി വരെ അതൊക്കെ ഗുണമായിട്ട് കണ്ടിട്ടുണ്ട് ഞാൻ ചെയ്യുന്നത്. ഈ ഏലസിന്റെ കാര്യം പറഞ്ഞല്ലോ, ഇപ്പം ഒരു കർമ്മം ചെയ്ത് നമുക്ക് ഒരാളെ രക്ഷപ്പെടുത്താം, ബുദ്ധിമുട്ടുകളിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താം. പക്ഷെ പിന്നെയും ഈ ആളുകളിലേക്ക് പലതരത്തിലുള്ള നെഗറ്റീവ് എനർജികൾ വരാനുള്ള സാധ്യതയെ തടയുന്ന ഒന്നാണല്ലോ ഈ ഏലസുകളും ഈ ബ്രേസ്ലെറ്റുകളും ഒക്കെ. അപ്പം ഈ ഹനുമാൻ സ്വാമിയെ ബന്ധപ്പെട്ട് അങ്ങ് പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഏലസുകളോ അങ്ങനെ എന്തെങ്കിലും ജപിക്കുന്നുണ്ടോ? അല്ല, നമ്മളെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ ഏലസുകൾ അറിയാലോ. ഇന്നത്തെ കാലഘട്ടം അറിയാം. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിച്ച് 100 രൂപയ്ക്ക് മേടിച്ചു കൊണ്ടുവരുന്ന യന്ത്രങ്ങളാണ് സ്വാഭാവികമായിട്ട് ഇതിന്റെ ഉള്ളിൽ. നമുക്ക് ഒരു വിശ്വാസത്തെ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് അതിന് മുതലെടുപ്പ് നടത്താം, ഇല്ലേ? ഒരു 30 രൂപയ്ക്ക് വെള്ളിയുടെ പോലെയുള്ള ഏലസ് കിട്ടും, 200 രൂപയ്ക്ക് ഏലസ് കിട്ടും. അപ്പൊ ഏത് വ്യക്തികളെ വേണമെങ്കിലും, ഒരു കഴിവുള്ള വ്യക്തിക്ക് ഏത് സർഫസികടെയും ഒരു വ്യക്തിയെ കൊണ്ടുപോകാൻ പറ്റും. അറിവില്ലായ്മയാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ആപത്ത്. ഞാൻ അതിൽ ഒരു സംശയം ചോദിച്ചോട്ടെ. അതായത് നമ്മുടെ ഈ ഏലസ് വെച്ച് പൂജിക്കുന്ന സമയത്ത് ഇപ്പം ഒരു ഹോമം ചെയ്ത് ഏലസ് കൊടുക്കുന്ന ആൾക്കാരെ അറിയാം. അതുപോലെ തന്നെ ഈ ഒരു ഏലസ് ജപിക്കുമ്പോൾ അതിന് കൃത്യമായ ദിവസങ്ങളെടുത്ത് പൂജകൾ ചെയ്ത് അതിൻ്റെതായ രീതിയിൽ ചെയ്ത് കൊടുക്കണം എന്ന് പറയും. പക്ഷെ ഈ ഒരു കാലഘട്ടത്തിൽ അങ്ങനെയൊന്നും ചെയ്യാൻ ആളുകൾക്ക് പറ്റാറില്ല, അല്ലെങ്കിൽ അത് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തന്നെ വലിയൊരു എമൗണ്ടിന്റെ പ്രശ്നമുണ്ട്. യഥാർത്ഥത്തിൽ അത് ഒരു കൃത്യമായ ഒരു രീതി ഇല്ലേ ഈ ഏലസിന്റെ പൂജയ്ക്കൊക്കെ? ഏലസിന്റെ ശരിക്കും ഇതിനൊരു വിധിയുണ്ട്, ഒരു താന്ത്രിക വിധിയുണ്ട്.
പക്ഷെ ആ വിധി ഒരിക്കലും ഒരു ഉപാസകനെ സംബന്ധിച്ച് ആ വിധി നോക്കേണ്ട കാര്യമില്ല. എന്റെ അനുഭവത്തിലാണ് ഞാൻ പറയണത്. ഒരു ഉപാസകനെ സംബന്ധിച്ച് വേണമെങ്കിൽ ഒരു ഭസ്മം കൊണ്ട് ഒരാളുടെ രോഗം മാറ്റാം, ഒരു പൂ കൊണ്ട് ഒരു രോഗം മാറ്റാം, പറ്റും. ഉറപ്പായിട്ട് ഞാൻ പറയണു മാറ്റും. മാറ്റിയിട്ടുണ്ട്. പക്ഷെ അത് എല്ലാ സ്ഥലത്തും നടക്കണമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. അത് നമ്മുടെ അടുത്ത് വരുന്ന വ്യക്തിക്ക് എന്താണോ അവന്റെ ഉള്ളിലുള്ള ആ മാറ്റം വരേണ്ടത്, അത് ഏത് കർമ്മിയുടെ അടുത്ത് പോയിട്ടാണോ അത് ആ മാറ്റം വരേണ്ടത്, ആ സർഫസിൽ എത്തിയാൽ മാത്രമേ അവനൊരു മാറ്റം വരുള്ളൂ. അതൊരു വശം. പക്ഷെ താന്ത്രികമായിട്ട് ചിന്തിക്കുമ്പോൾ ഏലസുകൾ ഒരുപാട് ദിവസം പൂജയൊക്കെ ചെയ്ത് ഒരുപാട് എന്താ പറയാ അതിന്റെ ഉള്ളില് ആളുകളായിട്ട് കുഴപ്പിക്കണ കുറെ സംഗതികൾ ഉണ്ട് ഇതിന്റെ ഉള്ളിൽ. കാരണം ദിവസങ്ങള് മാറും തോറും കിട്ടണ പൈസയുടെ വ്യത്യാസങ്ങൾ അവിടെ വരും. ഇപ്പൊ ഒരു ഉപാസകനെ സംബന്ധിച്ച് അവന് വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു ഏലസ് ഉണ്ടാക്കി ജപിച്ചു കൊടുക്കാം. അതിൽ ഒരു തുള്ളി ഭസ്മം ഇട്ടാലും മതി. ആ ഭസ്മത്തിൽ തന്നെ ആ എനർജി നമുക്ക് അതിലേക്ക് ചെയ്യാൻ പറ്റും. അതിലൂടെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് തന്നെ വേണമെങ്കിൽ നമുക്കൊരു 10 ദിവസം സ്വാമിയുടെ നടക്കി വെച്ചിട്ട് നമുക്ക് പൂജയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ പറ്റിച്ച് അവരുടെ കയ്യിലിരിക്കണ കാശും മേടിച്ച് ഇത് തന്നെ വേണമെങ്കിൽ അപ്പൊ തന്നെ കൊടുക്കുകയും ചെയ്യാം. മനസ്സിലായ? അപ്പൊ ഇതിലൊക്കെ തട്ടിപ്പുണ്ട്, നല്ലതുണ്ട്. നമുക്ക് ഇതിനെ വേർതിരിച്ചറിയാൻ ഭയങ്കര പ്രയാസമാണ്. നമുക്കൊരാളെ അവഹേളിക്കാൻ പറ്റില്ലല്ലോ. നന്മയുള്ള ആളുകളുണ്ട്, തിന്മയുള്ള ആളുകളുണ്ട്. പക്ഷെ നമ്മൾ ചെയ്യണ സർഫസ് ഏലസ് കൊടുക്കുകയാണെങ്കിൽ വളരെ അപൂർവം മാത്രമേ കൊടുക്കാറുള്ളൂ. കാരണം എല്ലാ എനർജീസിനും ഏലസ് പറ്റില്ല. അങ്ങനെ ഒരു കാര്യമുണ്ടല്ലേ? എല്ലാ എനർജീസിനും അത് പറ്റില്ല. അപ്പം ഈ എല്ലാ ആൾക്കാരോടും പറയും നിങ്ങളൊരു രക്ഷ ധരിക്കണം, നിങ്ങൾ ഏലസ് ധരിക്കണം എന്ന് എല്ലാവരോടും പറയാറുണ്ട്. അപ്പൊ അതല്ല അതിന്റെ ശരി അതല്ല. അവൻ എന്താണോ ഇപ്പൊ ഒരു മെഡിസിൻ കൊണ്ട് മാറുന്നതാണെങ്കിൽ മെഡിസിൻ കൊണ്ട് തന്നെ മാറ്റണം. അതല്ല, അവന് ഏലസ് അല്ല, അവന് ഇഷ്ടപ്പെട്ടത് ഒരു ബ്രേസ്ലെറ്റ് ആണ് ഇടാൻ താല്പര്യമെങ്കിൽ അവന്റെ താല്പര്യത്തിനനുസരിച്ച് വേണം നമ്മളത് ഇടാൻ. അടിച്ചേൽപ്പിക്കരുത്. ഇത് ബിസിനസ് മൈൻഡില് നമ്മൾ ഏലസ് ഇട്ടാലേ മാറുള്ളൂ എന്ന് പറയുമ്പോൾ അവന്റെ ഉള്ളിൽ ഏലസ് ഇടാൻ താല്പര്യം ഇല്ലെങ്കിൽ നമ്മൾ ഏലസ് ഇട്ടിട്ട് എന്താ കാര്യം? ഒരു വ്യക്തിക്ക് ഏലസ് ഇടാൻ താല്പര്യമില്ല, താങ്കൾക്കൊരു ഭയമുണ്ട്, ഇത് ഇട്ട് കഴിഞ്ഞാൽ ഇറച്ചി മീനും കഴിക്കാൻ പാടുണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് അതൊക്കെ പാടുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്തേക്ക് നമ്മളിത് ധരിച്ചേ പറ്റൂന്നും പറഞ്ഞുകൊണ്ട് കൊടുത്തു കഴിയണത് അതൊരു അടിച്ചേൽപ്പിക്കണ രീതിയാണ്, ഇല്ലേ? ഒരു വ്യക്തി താങ്കൾ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുമ്പോൾ താങ്കളെ നമ്മൾ മനസ്സിലാക്കണ്ടേ, താങ്കളുടെ ജീവിതചര്യകൾ നമ്മൾ മനസ്സിലാക്കണ്ടേ, ജീവിത സാഹചര്യങ്ങൾ മനസ്സിലാക്കണ്ടേ. ഇതൊന്നും മനസ്സിലാക്കാതെ ഞാൻ പറയണത് മാത്രം കേട്ട് അനുസരിക്കുക എന്ന് പറയുന്ന ഒരു നിയമം, അതാണ് ഇന്ന് ഇവിടെ നടക്കുന്ന കാര്യങ്ങളല്ല. ആളുകളിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ് കാര്യങ്ങൾ. അപ്പൊ ഏലസിന്റെ കാര്യത്തിലായാലും ഈ അടിച്ചേൽപ്പിക്കല് കുറച്ച് കൂടുതലാണ്. കാരണം ഇതൊക്കെ ഒരു ബിസിനസിന്റെ ഭാഗമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ഏലസ് ഇട്ട് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് മാറുമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അത് ഇട്ട് ചിലപ്പോൾ എന്റെ കയ്യിൽ നിന്ന് മേടിക്കാൻ എന്നോട് വിശ്വാസവും അല്ലെങ്കിൽ സ്വാമിയോട് ഭക്തിയും ഉള്ള ആളുകൾക്ക് ചിലപ്പോൾ ഞാൻ കൊടുക്കണ ഒരു പൂ കൊണ്ട് പോലും ചിലപ്പോൾ അവർക്ക് ഒരു ജീവിതത്തിൽ മാറ്റം സംഭവിക്കാം. എല്ലാം വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന കാര്യങ്ങളാണ്. ഏലസിന്റെ കാര്യത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ അത് അവന് ഗുണം ചെയ്യും, വിശ്വാസം ഇല്ലെങ്കിൽ അതുകൊണ്ട് ഒരു യാതൊരു കാര്യം എത്ര ദിവസം ഞാൻ പൂജ ചെയ്ത് കൊടുത്താലും അതുകൊണ്ട് യാതൊരു മാറ്റം സംഭവിക്കില്ല. പക്ഷെ അവിടെ വിശ്വാസം എന്ന് പറയുന്ന ഘടകം മാത്രമാണോ വർക്ക് ചെയ്യുന്നത്? അല്ല, വിശ്വാസം എന്ന് പറയുന്നത് ചില വ്യക്തികളുടെ അനുഭവങ്ങള്, ഇപ്പൊ എന്നെ കണ്ടുമുട്ടുന്ന വ്യക്തിക്ക് എന്നിൽ നിന്നും കിട്ടുന്ന അനുഭവങ്ങൾ ഞാൻ പറയണത് മുഴുവനും അനുസരിക്കാൻ അവർ തയ്യാറാവാണ്. ഇപ്പൊ താങ്കളുടെ അടുത്ത്, ഇപ്പൊ താങ്കൾ എന്റെ അടുത്ത് വന്ന് നിൽക്കുമ്പോ താങ്കൾക്ക് എന്നിൽ നിന്ന് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ താങ്കളുടെ മീതെയാണ് ഞാൻ നിന്നിട്ട് പറയണത്. മനസ്സിലായോ? അപ്പൊ ഞാൻ പറയണത് മുഴുവനും താങ്കൾ വിശ്വസിക്കാണ്. അവിടെ ഈ വിശ്വാസത്തെയാണ് മറ്റുള്ളവര് മുതലാക്കണത്. അപ്പൊ നമ്മളുടെ അടുത്ത് വരുന്ന വ്യക്തികൾ സ്വയം ഒന്ന് വിശകലനം ചെയ്യാൻ പഠിക്കണം. ഇപ്പൊ എന്റെ അടുത്ത് വരുന്ന വ്യക്തി എന്നെ ആദ്യം പഠിക്കണം, ഞാൻ നല്ലവനാണോ അല്ലെ ചീത്തയാണോ. അവര് സ്വയം ചിന്തിക്കാൻ കുറച്ച് സമയം അവർക്ക് കൊടുക്കണം, നമ്മളും കൊടുക്കണം, അവരും കൊടുക്കണം. ഞാൻ പറയണത് മൊത്തം വിശ്വസിച്ചുകൊണ്ട് നമ്മൾ പറയണതാണ് ശരിയെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ തരണ ഏലസിടണമെന്ന് ഒരിക്കലും താല്പര്യപ്പെടരുത്. അങ്ങനെ ഇടുമ്പോൾ അതിൽ നിന്ന് ഒരു അനുഭവം ഉണ്ടാവില്ല. നാളെ നമ്മൾ ചെന്നെത്തിപ്പെടുന്ന മേഖലകളിലൊക്കെ നമുക്ക് എന്ത് പറ്റും? നമുക്കൊരു തട്ടിപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ നല്ലവരെ നമുക്ക് തിരിച്ചറിയാനുള്ള ഒരു ബോധം നമ്മുടെ ഉള്ളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. അപ്പൊ നമ്മളിൽ തന്നെ ഒരു തിരിച്ചറിവ് ഉണ്ടായിട്ട് വേണം ഏത് മന്ത്രവാദിയുടെ അടുത്ത് ചെല്ലാനും ഏത് ഉപാസകന്റെ അടുത്ത് ചെല്ലാനും. അപ്പൊ നമ്മൾ സ്വയം നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് നമ്മൾ സ്വയം സങ്കല്പം ചെയ്ത് നമ്മളായി മാറിയില്ലെങ്കിൽ നമ്മളെ ഇങ്ങനെയുള്ള തട്ടിപ്പ് ആളുകളൊക്കെ നമ്മളെ എപ്പോഴും പറ്റിച്ചുകൊണ്ടിരിക്കും. അതൊരു വലിയ കാര്യമാണ്. അപ്പൊ ഈ ഹനുമാൻ ചാലീസയെ പറ്റി പറയുമ്പോൾ ഹനുമാൻ ചാലീസയുടെ പ്രത്യേകതകൾ, അപ്പൊ അത് ആർക്കൊക്കെ ജപിക്കാൻ പറ്റും, അത് എന്തൊക്കെ കാര്യത്തിൽ ജപിക്കാൻ പറ്റും, അങ്ങനെ ജപിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും? ഹനുമാൻ ചാലീസ എല്ലാവർക്കും ജപിക്കാം. അതുകൊണ്ടൊരു തെറ്റും ഞാൻ കണ്ടിട്ടില്ല, എന്റെ അനുഭവത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരുടെയും മനസ്സാണ്, നമ്മുടെ ചിന്തകളാണ് നമ്മളെ നയിക്കണത്. നമുക്ക് ഇപ്പൊ
നമ്മൾ ചെല്ലണ വീടുകളിലാണെങ്കിൽ പോലും എല്ലാവർക്കും സാമ്യം ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ ചെറുപ്പം തൊട്ട് കേട്ട് കേൾവി സ്വാമിയെ പറ്റിയിട്ട് എന്തോ ഒരു ഭയാനകമായ ഒരു സംഭവമാണ്, തൊടാൻ പാടില്ലാത്ത ഒരു മൂർത്തിയാണ്, സ്വാമി ഭയങ്കര ബ്രഹ്മചാരിയാണ്, സ്വാമിയെ സ്ത്രീകൾക്ക് തൊടാൻ പാടില്ല, ജപിക്കാൻ പാടില്ല, സ്ത്രീകൾക്കും ജപിക്കാൻ ചാലിസ, സ്ത്രീകൾക്ക് ജപിക്കാം, ഒരുപാട് സ്ത്രീകൾ ജപിച്ചിട്ടുണ്ട്, അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മളുടെ ചിന്താഗതി മാറ്റാതെ, എന്റെ ചിന്താഗതി ഞാൻ മാറ്റാതെ ജപിക്കാതിരുന്നിട്ട് എന്ത് കാര്യമുണ്ട്? ഫലം ഉണ്ടാവോ? അതാണ് നമ്മളുടെ ചിന്തകളാണ് ആദ്യം മാറ്റേണ്ടത്. നമ്മൾ കേട്ടുകേൾവിയിലല്ല വിശ്വസിക്കേണ്ടത്. സ്വാമിയെ സ്നേഹിക്കുക, ഭക്തിപൂർവ്വം ആരാധിക്കുക. അപ്പൊ സ്വാമി നമ്മുടെ ഉള്ളിലിരുന്ന് പറയും ജപിക്കാൻ. ആ സറൗണ്ടിൽ ഇരുന്ന് ജപിച്ചാൽ നമുക്ക് അതിൽ നിന്നുള്ള ഒരു അനുഭവം പെട്ടെന്നായിരിക്കും. പക്ഷെ നമ്മൾ പറയും, ഇപ്പൊ ഞാൻ പറഞ്ഞിട്ട് ഒരു വ്യക്തി ജപിക്കരുത്. ഇപ്പൊ ഞാൻ പറയാണ് നിങ്ങൾ ഹനുമാൻ ചാലിസ നിത്യം ജപിക്കണമെന്ന് പറഞ്ഞിട്ട് ജപിക്കരുത്. സ്വയം തോന്നണം. നമ്മുടെ ഉള്ളിൽ ആ ഭക്തി വരണം. ഭഗവാൻ എന്താണെന്ന് നമ്മൾ അറിയണം, ഭഗവാന്റെ കഥകൾ കേൾക്കണം, ഭഗവാന്റെ ജനനം അറിയണം, ഇല്ലേ? എല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഒരു മൂർത്തിയെ സ്നേഹിക്കാനായിട്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് സ്വാമി ഒരിക്കലും സ്നേഹിക്കാൻ നിൽക്കരുത് നമ്മൾ ആരും. സ്വാമി ആദ്യം നമുക്ക് പഠിക്കാനുള്ള അവകാശം, സ്വാതന്ത്ര്യം നമ്മുടെ ഉള്ളിലല്ലേ? ആണ്. തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ ഉള്ളിലാണ് ആ സ്വാതന്ത്ര്യം ഇരിക്കുന്നത്. അപ്പൊ ആ സ്വാതന്ത്ര്യത്തിൽ നിന്നിട്ട് ആ വ്യക്തി ചിന്തിച്ചിട്ട് വേണം ചാലിസ ജപിക്കാതിരിക്കാൻ. അപ്പൊ അതിന്റെ അനുഭവം അവിടെ പെട്ടെന്ന് കിട്ടും. ഒരാളെ അടിച്ചേൽപ്പിച്ചിട്ട് പ്രാർത്ഥിക്കുന്നതും സ്വയം മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോ ഈ ആളുകൾ പറയാറുണ്ട്, മറ്റു ഇപ്പൊ ആളുകളെന്ന് മാത്രമല്ല പലതരത്തിലുള്ള സംശയമാണ്. അങ്ങ് പറഞ്ഞതുപോലെ ഈ സ്ത്രീകൾക്ക് ചാലിസ ജപിക്കാമോ അല്ലെങ്കിൽ ഹനുമാൻ സ്വാമിയെ ഭജിക്കാമോ എന്നൊക്കെയുള്ള പല സംശയങ്ങളും ഉണ്ട്. അദ്ദേഹം ബ്രഹ്മചാരിയാണ് എന്നൊക്കെയുള്ള കൺസെപ്റ്റ് ഉള്ളതുകൊണ്ട്. അപ്പൊ ഇതിൽ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്, ഒരു ഹനുമാന്റെ ഉപാസകനാകണമെങ്കിൽ അയാൾ ഒരു ബ്രഹ്മചാരി ആയിരിക്കണം, അല്ലെങ്കിൽ സ്ത്രീകളെ കാണാൻ പാടില്ല, തൊടാൻ പാടില്ല എന്നൊക്കെയുള്ള കൺസെപ്റ്റുകൾ പറയാറുണ്ട്. സത്യാവസ്ഥ എന്താണ്? ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ്? അത് പ്രത്യേകിച്ച് നമ്മൾ യാഥാർത്ഥ്യം അറിയണമെങ്കിൽ ആന്ധ്രാപ്രദേശ്, കർണാടക, ബോംബെ എന്ന് വേണ്ട വടക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഇത് അറിയാം. അവരെ പീരീഡ്സ് ടൈമിൽ പോലും അവർ സ്വാമിയെ ഉപാസിക്കും, സ്വാമിയെ വെച്ച് അവർ അഭിഷേകം ചെയ്യും. അപ്പൊ അവിടെയുള്ള സ്വാമി തന്നെയല്ലേ കേരളത്തിലുള്ളത്. അപ്പൊ ഇതൊക്കെ നമ്മളുടെ ചെറുപ്പം തൊട്ട് നമ്മള് കേട്ട് കേൾവി നമ്മുടെ ഉള്ളിലേക്ക് അടിച്ചേൽപ്പിച്ചേക്കാണ് കുറെ ആളുകൾ. കാരണം അതിനും ഒരു അജണ്ട ഉണ്ട്. ഈ സ്വാമിയെ വെച്ച് ഒരു അജണ്ട ഇവിടെ വരുന്നുണ്ട്. കാരണം സ്വാമിയെ മാറ്റി നിർത്തിയ ഒരു പ്രതലമാണ് ശരിക്കും പറഞ്ഞ കേരളം. കേരളത്തിൽ സ്വാമിയുടെ വരവ് തുടങ്ങിയിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ സ്വാമിയെ നമുക്ക് ഭക്തിപൂർവ്വം ആരാധിക്കണോണ്ട് ഒരു തകരാറുമില്ല. സ്ത്രീകൾക്കും ചാലിസ ജപിക്കാം, നമുക്ക് സ്വാമിയുടെ ഫോട്ടോ വെച്ചിട്ട് വേണമെങ്കിൽ വീട്ടിൽ വിളക്കെത്തിക്കാം. എന്താണ് തകരാറ്? ഒരു ബുദ്ധിമുട്ട് എന്നെ സംബന്ധിച്ച് ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ എന്നോട് പലവരും ചോദിച്ചൊരു സംഭവം, സ്വാമി ബ്രഹ്മചാരിയാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഈ കേരളത്തിൽ മാത്രമേ ഈ ബ്രഹ്മചാരിത്വം കേട്ടിട്ടുള്ളൂ, വേറെ എവിടെ ചെന്നിട്ടും കേട്ടിട്ടില്ല. അത് ശരിയാണ്. ഈ ബ്രഹ്മചര്യം എന്ന് പറയുന്നതിന്റെ ഒരു വാക്കിനെ, അതിന്റെ ഒരു വിശാലാർത്ഥത്തെ കാണാതെ വളരെ ചുരുങ്ങിയ ഒരു രീതിയിലോട്ട് കൊണ്ടുപോകുന്നു എന്ന് പലപ്പോഴും പല ആചാര്യന്മാരും ഇപ്പൊ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ സ്വാമി ബ്രഹ്മചാരി ആണെങ്കിലും അല്ലെങ്കിലും ഏത് രീതിയാണെങ്കിലും, എനിക്കറിയില്ല ഏത് രീതിയാണെങ്കിലും, അത് പക്ഷെ സ്ത്രീ പുരുഷൻ എന്ന് പറയുന്ന ഒരു വ്യത്യാസത്തെയാണോ അവിടെ കാണിക്കുന്നത്? ശരിക്കും നമ്മുടെ ആത്മാവിന് വ്യത്യസ്തതയുണ്ടോ? ഇല്ല. സ്ത്രീ പുരുഷ വ്യത്യാസം ഉണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. അത് നമ്മളുടെ ഉള്ളിൽ നമ്മളുടെ ചിന്തകളാണ് ഈ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നത്. സ്ത്രീകൾക്ക് എന്താ ജപിച്ചുകൂടെ? ജപിക്കാം, ചാലിസ ജപിക്കാം, സ്വാമിയെ പ്രാർത്ഥിക്കാം, എല്ലാം ചെയ്യാം. ഇത് പക്ഷെ അവിടെ എന്താന്ന് വെച്ചാൽ നമ്മളെ ഭയപ്പെടുത്തിയേക്കാണെന്ന്. ഈ കേരള സമൂഹത്തിൽ ഈ സ്പിരിച്വാലിറ്റി കടന്നു വന്നിട്ട് എത്ര വർഷമായിട്ടുണ്ടാവും? കൂടി വന്ന ഒരു 25 വർഷം ചിന്തിച്ചാൽ മതി. നമുക്ക് ഈ മാധ്യമങ്ങൾ വന്നതോടുകൂടിയാണ് എല്ലാവരും സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ട്. പക്ഷെ എല്ലാം സ്പിരിച്വാലിറ്റി ആണോ? ഒരിക്കലും അല്ല. അപ്പോ നമ്മളുടെ തിരിച്ചറിവ്, നമുക്ക് ഇത് ജപിച്ചാൽ ഗുണം കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിന് സന്തോഷം കിട്ടുന്നുണ്ടോ, നമ്മുടെ ചിന്തകൾക്ക് മാറ്റം സംഭവിക്കുന്നുണ്ടോ, നമ്മുടെ ജീവിതത്തിൽ ഒരു ഉയർച്ചയുണ്ടോ? ഇതുണ്ടെങ്കിൽ നമുക്ക് ജപിക്കാം. മനസ്സിലായ? ഒരാളുടെ വാക്കും കേൾക്കണ്ട. ഒരു ബുക്ക് സ്റ്റാളിൽ പോയിട്ട് നമ്മൾ ഹനുമാന്റെ ചാലിസ മേടിച്ചു കൊണ്ടുവന്നിട്ട് നമുക്ക് സന്ധ്യക്ക്, ഇവിടെ വേറൊരു സംഗതിയും കൂടി ഉണ്ട്. കാരണം സന്ധ്യക്ക് സ്വാമിയെ ജപിക്കാൻ പാടില്ല. പാടില്ല. അങ്ങനെ അടിച്ചേൽപ്പിച്ചേക്കാണ്. സ്വാമി രാമനാമം ജപിക്കുന്ന സമയമാണെന്ന് പറയണേ. ഹിമാലയത്തിൽ ഇരുന്നിട്ട് രാമനാമം ജപിക്കുന്ന സമയം. സ്വാമിയെ നമ്മള് എന്താ പറയാ, ബുദ്ധിമുട്ടിക്കരുത്. എന്തൊക്കെ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ചിന്തിച്ചാൽ നമുക്ക് ഇതിനൊന്നും ഈ പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് ഉത്തരം പറയാൻ പറ്റില്ല. കാരണം ഇത് അവിയിൽ പരിവാക്കി വെച്ചേക്കാം. സ്വാമിയുടെ കാര്യം മാത്രമല്ല, എല്ലാവരുടെ കാര്യം അങ്ങനെ തന്നെയാണ്. അല്പന അർത്ഥം കിട്ടുന്ന പോലെയാണ് ഇപ്പൊ ഇന്നത്തെ കാര്യങ്ങൾ മുന്നിലേക്ക് പോകുന്നത്. എവിടെയാണ് ശരി, എവിടെയാണ് തെറ്റുന്നത്, സാധാരണ ആളുകൾക്ക് മനസ്സിലാവാത്ത രീതിയിലാണ് ഇതിനൊക്കെ വളച്ചൊടിച്ചെടുത്ത് വെച്ചേക്കുന്നത്. മനസ്സിലായത്? അപ്പൊ സത്യം ഏതാണ്, മിഥ്യ ഏതാണെന്ന് ആർക്കും തിരിച്ചറിയാൻ പറ്റണില്ല. അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ആരിലേക്ക് അടിച്ചേൽപ്പിക്കാൻ നിൽക്കാറില്ല. പക്ഷെ അവനവനും ഇഷ്ടമുണ്ടെങ്കിൽ അവനവന് ചാലിസ് ജപിക്കാം.
അതിൽ നിന്ന് നല്ലൊരു മാറ്റം ഉണ്ടാവും, ഉറപ്പാണത്. പക്ഷെ അതിന് ആര് തയ്യാറാവും? ഇന്നത്തെ കാലഘട്ടത്തിൽ ആർക്കെവിടെ നേരം? സന്ധ്യക്ക് വിളക്കെത്തിക്കാൻ പോലും ഇന്നത്തെ സമൂഹം തയ്യാറാവാത്ത കാലഘട്ടത്തിൽ നമ്മൾ ചാലിസ ജപിക്കാൻ പറഞ്ഞാൽ അത് എത്രത്തോളം ഗുണം ചെയ്യുമെന്ന് എനിക്കറിയില്ല. കാരണം വടക്കേ ഇന്ത്യയിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ അറിയാം, എല്ലാ ആളുകളും ഹനുമാന്റെ ചാലിസ ജപിക്കും, എല്ലാ ആളുകളുടെ വീട്ടിലും സ്വാമി ഉണ്ടാവും. പോയി കഴിഞ്ഞാൽ അറിയാം, ഇല്ലേ? എല്ലാ എന്താ പറയാ, ഒരു 4 കൂടിയ ജംഗ്ഷനിൽ സ്വാമിയുടെ ഒരു പ്രതിമ ഉണ്ടാവും അവിടെ. മിക്ക സ്ഥലങ്ങളിലും കാണാം, നമ്മൾ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ കാണാം. അപ്പൊ അവിടെ ഇല്ലാത്ത ആചരണം എങ്ങനെ ഇവിടെ വരുന്നു? കേരളത്തിൽ മാത്രം. കേരളത്തിൽ ഈ സ്വാമിയെ മാറ്റി നിർത്തിയേക്കാണെന്ന്. ഇവിടെ ഉപാസകരില്ല, ഹനുമാന്റെ ഉപാസകർ വളരെ ചുരുക്കം പേരുള്ളൂ. കാരണം ഇതിനകത്ത് എന്ത് വേണം? ഒരു സത്യസന്ധത വേണം, മറ്റുള്ളവരെ മനസ്സ് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് വേണം. ഇവിടെ ആർക്കുണ്ടത്? ഒരു 80% ബിസിനസ്സിലേക്കാണ് നമ്മളുടെ കാര്യങ്ങളൊക്കെ വളർന്ന് പന്തലിച്ച്, സ്പിരിച്വാലിറ്റി മൊത്തം അതിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ജനങ്ങൾക്ക് പ്രയാസങ്ങൾ കൂടി വരുന്ന കാലഘട്ടമാണ്, ഇല്ലേ? ആണ്. ജനങ്ങൾക്ക് പ്രയാസം കൂടി വരുമ്പോഴാണ് സ്പിരിച്വാലിറ്റി മുന്നിലേക്ക് ഉയർന്നു വരുന്നത്, ഇല്ലേ? രോഗം കൂടുമ്പോഴല്ലേ ഡോക്ടറുടെ ആവശ്യമുള്ളൂ. അതുപോലെയാണ് ഇന്ന് സ്പിരിച്വാലിറ്റി ഉയരാൻ കാരണം ജനങ്ങള് മൊത്തത്തിൽ പ്രശ്നങ്ങളിലേക്ക് പോവാണ്. ആർക്ക് ഏത് മൂർത്തിയെ തെരഞ്ഞെടുക്കണമെന്ന് പോലും അറിയില്ല. കാരണം കോടാനുകോടി മൂർത്തികളെയാണ് ഓരോരുത്തരെ ആരാധിച്ച് ഇന്നതാണ് ശരി, ഇന്നതാണ് തെറ്റെന്നൊക്കെ പറഞ്ഞു നടക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ നമുക്ക് ചിന്തിക്കേണ്ട കാര്യം, നമ്മളാവാൻ ശ്രമിച്ചാൽ, നമ്മൾ ഒരാളുടെ കീഴിൽ പോവാതെ നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് ചുരുങ്ങി നമ്മൾ സ്വയം മനസ്സിലാക്കി നമുക്ക് ഇഷ്ടമുള്ള മൂർത്തി ഏതാണോ ആ മൂർത്തി ആരാധിച്ച് മുന്നോട്ട് പോയാൽ മതി. എല്ലാത്തിലും ചെന്ന് തലയിടുമ്പോഴാണ് നമുക്ക് ഇതിന്റെ വേർതിരിവ് തിരിച്ചറിയാൻ പറ്റാത്തത്. സത്യം അതല്ലേ? അതാണ് നമുക്ക് തിരിച്ചറിവ് കിട്ടണില്ല. ഏത് മൂർത്തി ആരാധിക്കണം, ഏത് ക്ഷേത്രത്തിൽ പോകണം. ഒരു ജോത്സ്യന്റെ അടുത്ത് പോയാൽ 100 ക്ഷേത്രത്തിന്റെ ചാർട്ട് കൊടുക്കും, എന്നിട്ട് ഒരു 1,00,000 രൂപയുടെ ഹോമം ചെയ്യും. അല്ല, അതല്ലേ നടക്കണ കാര്യം? അതാണ്. ജനങ്ങൾക്ക് ഭക്തിയല്ല വളരുന്നത് അവിടെ. അവരെ ഭയപ്പെടുത്തിയിട്ട് അവരെ ഏതൊക്കെയോ മണ്ഡലങ്ങളിൽ കൂടെ സഞ്ചരിപ്പിക്കാണ്. അവരെ കുടുംബം തന്നെ കടവും കടത്തിന്റെ കൂടായിട്ട് മാറാണ്, ഇല്ലേ? അപ്പൊ നമ്മളിവിടെ ഇരുന്നിട്ട് ഈ സത്യസന്ധതയൊക്കെ വിളിച്ചു പറയുമ്പോ നമ്മളിലും തിന്മയില്ലേ? ഉണ്ട്. നമ്മളിലും നന്മയുണ്ട്, തിന്മയുണ്ട്, ഇല്ലേ? നമ്മൾ പെർഫെക്റ്റ് ആണോ? അല്ല. നമ്മളിലും ഉണ്ട് ഒരു ബിസിനസ് മൈൻഡ് ഉണ്ടാവും. പക്ഷെ നമ്മളിലുള്ള ബിസിനസ് മൈൻഡ് ഒരിക്കലും മറ്റുള്ളവരെ പറ്റിച്ചുണ്ടാക്കണ ഒരു ബിസിനസ് മൈൻഡ് അല്ല. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം നമുക്ക് അതാണ് പ്രവൃത്തിയുടെ ഫലം നമുക്ക് കിട്ടണം. ആ ഒരു കർമ്മ, അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഒരാൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ അതിന്റെ കർമ്മം നമ്മളെ ബാധിക്കും, ഉറപ്പാണത്. അപ്പൊ നമ്മൾ അതിനുള്ള ഒരു സാഹചര്യം, ഇപ്പൊ നമുക്ക് ഇവിടെ വന്നിരിക്കണേലും എല്ലാത്തിനും സാമ്പത്തികം തന്നെ വേണം, ഇല്ലേ? സാമ്പത്തികം ഇല്ലാതെ ഒരാൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇപ്പൊ നമ്മുടെ വീട്ടിലൊരു വിളക്ക് എത്തിക്കുകയാണെങ്കിൽ പോലും എണ്ണയ്ക്ക് ചെലവുണ്ടല്ലോ, പിന്നെ തീർച്ചയായിട്ടും ഉണ്ട്. അപ്പൊ സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് അവര് കടം കൊടുത്ത് ഒരിക്കലും ഈ സർഫസിലേക്ക് ഒന്നൊക്കെ പോവാതിരിക്കണതാണ്, കടം മേടിച്ച് പോവാതിരിക്കണതാണ് നല്ലത്. അവനോന് യുക്തമായിട്ട് സ്വാമിയെ ഉപാസന ചെയ്യണ്ടെങ്കിൽ, ഉപാസന വേണ്ട, ഭക്തിയോടുകൂടി ആരാധിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ വീടിന് അതിൻ്റെതായ ഒരു ഐശ്വര്യം ഉണ്ടാവും, അവർക്ക് അതിൻ്റെ ഒരു നന്മയുണ്ടാവും. തീർച്ചയായിട്ടും. ഈ ഉപാസന, ഒരു ഭക്തിയും ഉപാസനയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതായത് ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് മൂലമന്ത്രങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പം ഹനുമാൻ സ്വാമിയുടെ ഇപ്പം സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അത് അറിയില്ല. ഭക്തൻ ആരാണ്, ഉപാസകൻ ആരാണ്, ഉപാസന എന്താണ് എന്നുള്ളത് അറിയില്ല. അപ്പം ആ ഭക്തി, നമ്മൾക്ക് ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഭക്തനാവാം, പക്ഷെ ഭക്തിയിൽ നിന്ന് ഉപാസനയിലേക്ക് മാറുമ്പോൾ അത് എന്തൊക്കെ സാഹചര്യത്തിലാണ്, എന്തൊക്കെ അതിന് എന്താണ് അർഹത, അതിന്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്? ശരിക്കും ഒരു ഭക്തി നമ്മളെ പോലെ സാധാരണ ആളുകൾക്ക് സംബന്ധിച്ച് പണ്ട് തൊട്ട് ഭക്തിക്ക് ഒരു പ്രാധാന്യമുണ്ട്. ഭക്തി പ്രസ്ഥാനങ്ങൾ തന്നെ ഇവിടെ ഒരുപാടുണ്ടല്ലോ, ഇന്ത്യയിൽ മൊത്തം ഉണ്ട്. ഭാരതം അതിന്റെ ഒരു ശക്തിമുക്തായ കേന്ദ്രമാണ്. പക്ഷെ ഒരു ഉപാസനയിലേക്ക് ഞാൻ പറയണ എന്റെ അനുഭവം വെച്ച് സാധാരണ ജനങ്ങൾ എല്ലാവരും ഇപ്പൊ എൻ്റെ അടുത്ത് തന്നെ വന്ന് ചോദിക്കാറ്, സ്വാമിയുടെ മന്ത്രം തരും, മൂലമന്ത്രം തരും, ഞങ്ങൾക്ക് സ്വാമിയുടെ ഉപാസന എടുക്കാനാണെന്നൊക്കെ പറഞ്ഞ് വരുന്ന ആളുകൾ ധാരാളം ഉണ്ട്, ചെറുപ്പക്കാർ പ്രത്യേകിച്ചും. പക്ഷെ ഇവരോടൊക്കെ എനിക്ക് പറയാനുള്ള ഒരു ഗൈഡൻസ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇതിലേക്കൊന്നും പോവാതിരിക്കണതാണ് അതിന്റെ ഒരു ബുദ്ധി. കാരണം ഇതൊരു കഠിനമായൊരു പാത തന്നെയാണ്, ക്യാൻസർ പോലെ തന്നെയാണത്. ഇത് ചികിത്സിച്ചാൽ നമുക്ക് എങ്ങും എത്തില്ല എന്ന് പറഞ്ഞോണം. ഇതിലേക്ക് കാലെടുത്ത് വെച്ചാൽ നമ്മുടെ ജീവിതങ്ങൾ മൊത്തം, സമൂഹ ജീവിതങ്ങൾ മൊത്തം തകിടം മറിയും. മനസ്സിലായ? നമ്മുടെ ബന്ധങ്ങൾ അറ്റുപോകും, നമ്മളുടെ ചിന്തകൾ മാറിപ്പോവും, നമ്മൾ നടക്കുന്ന വഴികളിലെ ഏകാന്തത കൂടും, നമ്മൾ നമ്മളിലേക്ക് ഒതുങ്ങും. ഇതൊന്നും സമൂഹ ജീവിയായ നമ്മളെ സംബന്ധിച്ച് അവർ കാണുന്ന കണ്ണുകൾ വേറെ രീതിയിലാവും. അപ്പൊ ഒരു ഉപാസന എടുക്കുമ്പോൾ ആ മൂർത്തി ആയിരിക്കും നമ്മളെ നയിക്കുന്നത്. ഒരു ഭക്തനെ സംബന്ധിച്ച് അവന് ഏത് മൂർത്തിയിലേക്ക് വേണമെങ്കിലും ശ്രദ്ധ, ഏത് ക്ഷേത്രത്തിൽ വേണമെങ്കിലും പോയി തൊഴുത് ആ മൂർത്തികളെ സ്നേഹിച്ചു പോവാം. പക്ഷെ ഒരു ഉപാസകനെ സംബന്ധിച്ച് ആ ഒരു ഉപാസന മൂർത്തിയെ മാത്രമാണ്
മുന്നിൽ നിർത്തി പോകാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഉപാസനാ മൂർത്തിയുടെ അതിന്റെ എനർജി ഇതൊക്കെ താങ്ങാനും അനുഭവിക്കാനും തയ്യാറാവാണെങ്കിൽ മാത്രമേ നമ്മൾ ഉപാസനയിലേക്ക് കടന്നിട്ട് കാര്യമുള്ളൂ. ഇപ്പൊ ഒരു ഉപാസനയിലേക്ക് കടക്കുമ്പോൾ പല വിധത്തിലുള്ള പരീക്ഷണങ്ങളും പലതരത്തിലുള്ള പ്രയാസങ്ങളും ഉണ്ടാവാറുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അതിനൊക്കെ അതിജീവിച്ച് പോണെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാവാറുണ്ട്? തീർച്ചയായിട്ടും. പരീക്ഷണത്തെക്കാൾ അപ്പുറത്തേക്ക് ഇതൊരു പ്രകൃതി തരണ ഒരു എന്താ പറയാ, നമ്മൾ സ്വയം അനുഭവിക്കാണ്ട് നമ്മൾ മറ്റുള്ളവരെ മാറ്റാൻ സാധിക്കും. നമ്മളൊരു വേദന അനുഭവിക്കാതെ നമുക്കൊരാളുടെ വേദന മാറ്റാൻ പറ്റില്ല. അപ്പൊ നമ്മളെ കൊണ്ട് ഈ പ്രകൃതി ആദ്യം ഈ വേദനകൾ തരും. വേദനകൾ തരും, സ്നേഹം തരും, സമൂഹത്തിന്റെ തിന്മകൾ നമ്മളിലേക്ക് വരും, എല്ലാം വരും. ഇതിനൊക്കെ തരണം ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാക്കിയിരുന്നു. പക്ഷെ ചില ആളുകളെ സംബന്ധിച്ച് സ്പിരിച്വാലിറ്റി പൂർവ്വജന്മം കൊണ്ട് കിട്ടും. അവർ ചിലപ്പോൾ ഒന്നും ചെയ്യണ്ട, ജന്മാർജിതമായിട്ട് കിട്ടുന്ന ആളുകളെ ഒരുപാട് കണ്ടിട്ടുണ്ട്. പൂർവ്വജന്മം ഉണ്ട് ശരിക്കും. അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് ഈ കഠിനമായ പാതകളൊക്കെ വളരെ കുറവായിരിക്കും. അവർക്ക് പെട്ടെന്ന് ഈ പ്രസൻസ് കിട്ടും. അവർക്ക് ചിലപ്പോൾ തലമുറയെ പോലും ചിലപ്പോൾ ഇത് ഉണ്ടാവണമെന്നില്ല. പക്ഷെ മുജ്ജന്മത്തിൽ ആ കണക്ഷൻ ഉണ്ടാവും അവിടെ. അപ്പൊ ആ കണക്ഷന്റെ പുറത്ത് കിട്ടുന്ന ഉപാസന ചിലപ്പോൾ അത് നല്ല കാര്യങ്ങളിലേക്ക് വിനിയോഗിക്കുകയാണെങ്കിൽ എല്ലാ ജനങ്ങൾക്കും അതൊരു ഗുണമായിട്ട് വന്ന് കണ്ടിട്ടുണ്ട്. അതല്ല നമ്മളുടെ തലമുറയിൽ ഇതൊന്നും ഇല്ലാതെ നമ്മളിത് പഠിക്കാൻ ചെന്നു, ഏതെങ്കിലും ഒരു ഗുരുവിനെ കണ്ടു, അവിടുന്ന് മന്ത്രം മേടിച്ചു, അത് ജപിച്ചു തുടങ്ങുമ്പോൾ അതിൻ്റെതായ പ്രയാസസന്ധികൾ അവിടെ ഉണ്ടാവും. അപ്പൊ അതിനെ തരണം ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ നമുക്കതിൽ വിജയിച്ച് കയറാം. പരമാവധി ഇതൊക്കെ എടുക്കാതെ ഇരിക്കുന്നതാണ് ജീവിതം ശാന്തതയും സമാധാനമായിട്ട് പോവുക. ഭക്തിയിലൂടെ പോവാണെങ്കിൽ ആ ഭക്തിയാണ് ഏറ്റവും നല്ലൊരു ജീവിത ലക്ഷ്യം ഉണ്ടാവുക. ഉപാസന എൻ്റെ ഇതിൽ എടുക്കാതെ ഇരിക്കണതാണ് ബുദ്ധി. അത് ഒരു യോഗ്യതയുള്ള ആളുകൾ, അല്ലെങ്കിൽ അത് അനുഭവിക്കാൻ പ്രകൃതി ചിട്ടപ്പെടുത്തി, അല്ലെങ്കിൽ എന്താണ് പ്രകൃതി തീരുമാനിച്ച ആളുകൾ എടുക്കട്ടെ എന്നുള്ളത്. തീർച്ചയായിട്ടും. അപ്പം ഞാൻ മറ്റൊരു കാര്യം ചോദിക്കുന്നത്, ഹനുമാൻ സ്വാമിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ഭക്തൻ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ അതിനൊരു ഉദാഹരണമായിട്ട് നമ്മൾ ഹനുമാൻ സ്വാമി പറയാറുണ്ട്. ശ്രീരാമനും അതേപോലെ തന്നെ ദേവിയെയും ഒക്കെ ഹൃദയം ഇങ്ങനെ എന്താണ് പുലർത്തി കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഭഗവാൻ. ഇപ്പം ആ ഒരു കഥയെ അടിസ്ഥാനപ്പെടുത്തി തന്നെ പറയുന്ന കാര്യമുണ്ട്. ഭഗവാൻ ചിരഞ്ജീവിയാണ് എന്ന് പറയാറുണ്ട്. ഭഗവാൻ ഇപ്പോഴും എന്താണ് ചിരഞ്ജീവിയായി രാമനാമം ജപിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയാറുണ്ട്. അത് എത്രത്തോളം, അതായത് ഈ ഒരു കലിയുഗത്തിലും ഭഗവാന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഭഗവാന്റെ സാന്നിധ്യം ഉണ്ട്. പക്ഷെ അത് ആ സാന്നിധ്യത്തെ അറിയണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മളില് നല്ലൊരു സത്യസന്ധമായ ഒരു ഭക്തി നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. തീർച്ചയായിട്ടും ഉണ്ടാവണം. വിനയം ഉണ്ടാവണം. മറ്റുള്ള നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്ന വ്യക്തികൾ രാമനായിട്ട് നമുക്ക് തോന്നണം. സേവകനായി മാറണം. ഒരു ഉപാസകനെ സംബന്ധിച്ച് സേവകനായിട്ട് മാറണം അവൻ. ഇപ്പൊ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ അനുഭവത്തിലൂടെ പോയ വ്യക്തിയാണ്. കാരണം നമ്മുടെ ഗുരുനാഥന്റെ ഒപ്പം സഞ്ചരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് പ്രത്യക്ഷ അനുഭവം ഒന്നല്ല പറയണത്, പക്ഷെ നല്ല അനുഭവങ്ങളിൽ കൂടെ ഒരുപാട് പോയിട്ടുണ്ട് ഞാൻ. അപ്പൊ അന്നത്തെ ആ ചെറുപ്പകാലത്ത് ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റിയിരുന്നില്ല. പക്ഷെ അതൊക്കെ ഇപ്പൊ ചിന്തിക്കുമ്പോൾ യാഥാർത്ഥ്യമായിട്ട് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. അപ്പോ സ്വാമി ഇന്ന് നമുക്ക് ഒരു കാര്യം ചിന്തിക്കാം, വായുപുത്രനാണല്ലോ അദ്ദേഹം. വായുവിന്റെ പുത്രനൊന്നല്ല, ശരിക്കും ശിവന്റെ പുത്രനാണ് അദ്ദേഹം. പക്ഷെ എന്നാലും വായുവിന് അതിലൊരു റോളുണ്ട്, ശിവാംശമാണ്. ആ വായു നിലനിന്നില്ലെങ്കിൽ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? ഇല്ല. നമ്മുടെ ജീവിതം തന്നെ പ്രാണനിലാണ്. ഈ പ്രാണവായുവിലാണ് നമ്മുടെ ആയുസ്സും എല്ലാം ഇരിക്കുന്നത്. അപ്പൊ അത് നമ്മളുടെ ദേഹം നശിച്ചാലും ഇവിടെ വായു നിറഞ്ഞു നിൽക്കണ്ട് ഇല്ലേ? അപ്പൊ അത് തന്നെ ചിന്തിച്ചാൽ മതി. ഈ വായു ഇല്ലാതെ ഈ ലോകത്ത് ഒന്നും നടക്കണില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ പുത്രനും ഇല്ലാതെ ഈ ലോകത്തൊന്നും നടക്കണില്ല എന്ന് ചിന്തിച്ചാൽ മതി. കാരണം ഈ പ്രപഞ്ചത്തിന്റെ സത്യം ഈ യൂണിവേഴ്സൽ എനർജിയാണ്. യൂണിവേഴ്സൽ എനർജിയാണ് ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന എനർജിയാണ്. അപ്പോ സ്വാമിയെ സംബന്ധിച്ച് നമ്മളുടെ അനുഭവത്തിൽ നിന്ന് പറയാൻ പറ്റുന്ന ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, അദ്ദേഹം ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. പക്ഷെ അത് പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഒരിക്കലും കാണാൻ പറ്റും. ഒരു ദേവതയും ആളുകൾ പറയണ പോലെ പ്രത്യക്ഷത്തിലൊന്നും കാണാൻ പറ്റില്ല, സാധിക്കില്ല. പക്ഷെ നമുക്ക് സ്വയം അനുഭവിച്ചറിയാം. സ്വാമിനെ നമുക്ക് സ്വയം അനുഭവിച്ചറിയാന്നല്ലാണ്ട് നമ്മുടെ മുമ്പിലിരിക്കുന്ന ഒരാൾ പറയാണ് സ്വാമി എന്നാ പ്രത്യക്ഷപ്പെടുത്തി തരുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഒരു ഉപാസകനും പ്രത്യക്ഷപ്പെടുത്തി കൊടുക്കാൻ പറ്റില്ല. കാണിച്ചു കൊടുത്ത ചരിത്രം ഉണ്ടോ? ഇല്ല. പക്ഷെ പണ്ട് കാലത്തുള്ള ആളുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ശ്രീരാമ പരമഹംസരോ അങ്ങനെയൊക്കെ അത്ര ഹയർ എനർജിയിൽ അവരുടെ ജീവിതത്തിന്റെ ലക്ഷ്യം ചിലപ്പോൾ അതായിരിക്കും. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ കലികാലത്ത് ഒരിക്കലും ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തി ഒന്നും കാണിച്ചു കൊടുക്കാം. അതൊക്കെ വെറുതെ ശുദ്ധ മണ്ടത്തരമാണ്. അതിൽ ചെന്ന് ചാടിയിട്ട് കാര്യമില്ല. പക്ഷെ നമുക്ക് സ്വയം അനുഭവിക്കാൻ സ്വാമീനെ, നമ്മുടെ ആത്മാവിനും നമ്മുടെ ശരീരത്തിനും അനുഭവിക്കാൻ ഒരു മൂർത്തി തന്നെയാണ് സ്വാമി. തീർച്ചയായിട്ടും. ഈ ഹനുമാൻ സ്വാമിയുമായി ബന്ധപ്പെട്ട് പലപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ശനിദോഷ നിവാരണത്തിന് ഹനുമാൻ സ്വാമിയുടെ അടുത്ത് പോവുക,
പൂജകൾ ചെയ്യുക, വെറ്റിലമാല സമർപ്പിക്കുക, അങ്ങനെ പല കാര്യങ്ങളും പറയാറുണ്ട്. പക്ഷെ ഹനുമാൻ സ്വാമി എന്ന് പറയുന്നത് ഒരു ശനിദോഷത്തെ ഉപരിയായിട്ട് സകലമാന കാര്യങ്ങൾക്കും ഉള്ളൊരു ഒരു മരുന്നാണ് എന്ന് പറയാറുണ്ട്. അതിൽ സത്യത്തിൽ മലയാളികൾക്ക് പലപ്പോഴും അത് അറിയില്ല. അദ്ദേഹം എന്തിനാണ്, ഇപ്പൊ ഓരോ മൂർത്തികൾക്കും ഓരോ പ്രാധാന്യം ഉണ്ടല്ലോ. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് കലയിൽ പോലും വളരെ വിദഗ്ധനായി നിൽക്കുന്ന, വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിരുന്ന, അല്ലെങ്കിൽ ആ രീതിയിൽ ഉപാസിക്കപ്പെട്ട ഒരു ആളാണ് ഹനുമാൻ സ്വാമി എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഹനുമാൻ സ്വാമിയെ നമുക്ക് പോയി പ്രാർത്ഥിക്കുമ്പോൾ, ഒരു ഭക്തൻ എന്ന നിലയിൽ പ്രാർത്ഥിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾക്ക് നമുക്ക് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് അദ്ദേഹത്തെ ആശ്രയിക്കാം? അത് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു ജാതകം, ഒരു മനുഷ്യന്റെ ജാതകത്തിൽ തന്നെ ബുധൻ എന്ന് പറയണത്, ചില ആളുകൾ അത് ബുധനായിട്ട് പറയും, ചിലവർ ചൊവ്വയായിട്ടൊക്കെ പറയും സ്വാമീനെ. പക്ഷെ ബുധനായിട്ട് കാണുന്നത് സ്വാമിയെ തന്നെയാണ്. ബുധൻ വിദ്യാകാരകനാണ്. കുട്ടികളെയൊക്കെ സംബന്ധിച്ച് നമുക്ക് വിദ്യാഭ്യാസ സമയങ്ങളിലൊക്കെ നമുക്ക് സ്വാമിയെ ഭജിച്ചു കഴിഞ്ഞാൽ അവരുടെ ബ്രെയിനിലൊക്കെ പെട്ടെന്ന് ഇതിന്റെ സെൻസ് എത്തും. പഠിക്കുന്ന കാര്യങ്ങൾ മറവി ഉണ്ടാവില്ല, ധൈര്യം ഉണ്ടാവും. ബുദ്ധി മതാം വരിഷ്ഠം എന്നാണ് സ്വാമിയുടെ ചാലിസയിൽ തന്നെ പറയണത്. ബുദ്ധിയിൽ കേമനായി മാറും, ധൈര്യശാലിയായിരിക്കും അവൻ. അവന്റെ വാക്കുകൾക്ക് തീഷ്ണത ഉണ്ടാവും, സത്യസന്ധനായിരിക്കും ആ വ്യക്തി. സ്വാമിയുടെ ഭക്തിയുള്ളവൻ സത്യസന്ധനായിരിക്കും. അവൻ ഒരാളെ ഭയപ്പെടില്ല ഈ ലോകത്ത്. അതാണ്, ഒരാളെ ഭയപ്പെടാതെ ജീവിക്കാൻ പറ്റും. വാക്കുകളിലൂടെ വേണമെങ്കിൽ അവന് ആ സത്യസന്ധത വിളിച്ചു പറയാൻ ഒരാളെ പേടിക്കില്ല. അതാണ്, ആ അസാമാന്യ ധൈര്യം അവന്റെ ഉള്ളിലുണ്ടാവും. ഇപ്പൊ അവന് ജീവിതത്തിൽ ഒരു ഇടിവ് സംഭവിച്ചാൽ പോലും അവൻ അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും. സ്വാമി അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. അതാണ് സ്വാമിയെ ഭജിച്ചാലുള്ള ഏറ്റവും വലിയ ഗുണം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, വാഗ്ദേവതയാണ്. നാരദരുടെ വീണ പോലും ലയിച്ച് നിന്ന് പോയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സംഗീതം കേട്ടിട്ട്. അപ്പൊ സംഗീതത്തിൽ പോലും അത് കേരളത്തിൽ അതിനെ പറ്റിയൊന്നും ഒരു ചർച്ചയില്ല കേട്ടോ. അത് ഞാൻ പറയാം, കേരളത്തിലൊന്നുമില്ല. വടക്കേ ഇന്ത്യയിലൊക്കെയാണ് നവമിയുടെ സമയത്ത് അതൊക്കെ അവിടെ ആരാധനയൊക്കെ. ഇവിടെ നവമിയുടെ സമയത്ത് ആരാധനയൊന്നും ഇവിടെ വളരെ ചുരുക്കമാണ് ചില ക്ഷേത്രങ്ങളിൽ. അപ്പൊ സ്വാമി അത്രയും സംഗീതജ്ഞനായിരുന്നു. അപ്പൊ സംഗീതം പഠിക്കണവർക്ക് പോലും സ്വാമിയെ ഭജിക്കാം. അപ്പൊ എല്ലാത്തിന്റെ നിറകൂടമാണ് സ്വാമി ഇന്നത്തെ കലികാലത്ത്. അപ്പൊ അദ്ദേഹത്തെ മനസ്സുകൊണ്ട് സ്മരിക്കുക, പ്രവൃത്തി കൊണ്ട് നമുക്ക് സ്വീകരിക്കാം ഇല്ലേ. അദ്ദേഹത്തിന്റെ ക്ഷേത്രങ്ങളാണെങ്കിൽ ഇന്ന് ഒരുപാട് ഉയർന്നു വരുന്നുണ്ട് കേരളത്തില്. അദ്ദേഹത്തിന്റെ ക്ഷേത്രങ്ങൾ സന്ദർശിക്കാം. പിന്നെ വടമാല കാര്യങ്ങൾ അതൊന്നും നമുക്ക് ചർച്ചയിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യങ്ങളല്ല. അതിലൊക്കെ ഒരു ബിസിനസ് ഇതൊക്കെ ഉണ്ടാവും. വടമാലയുടെ കാര്യത്തിൽ അദ്ദേഹം വടമാല സ്വീകരിക്കുമെന്നൊന്നും ചോദിച്ചിട്ടില്ല. പക്ഷെ വെറ്റിലമാല സ്വീകരിക്കും അദ്ദേഹം. വെറ്റിലമാല ചാർത്താം. അപ്പൊ ശനിയുടെ ദോഷത്തിന് നല്ലതാണ്. എന്തായാലും സ്വാമി കലികാലത്ത് കൺകണ്ട ദൈവമാണ്. അദ്ദേഹത്തെ നമ്മൾ ഭക്തിപൂർവ്വം ആരാധിച്ചു പോയാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്താണോ ലക്ഷ്യം, നമ്മുടെ സോളിന് എന്താണോ ലക്ഷ്യം, ആ ലക്ഷ്യത്തിലേക്ക് നമ്മളെ അദ്ദേഹം കൈപിടിച്ച് നടത്തും. ശ്രീരാമനെ എങ്ങനെയാണോ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചത്, അതുപോലെ നമ്മളെ അദ്ദേഹം ലക്ഷ്യത്തിലേക്ക് എത്തിക്കും. ഈ സ്വാമിയുടെ ഉപാസകന്മാർ, ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യമാണ്, അതായത് സ്വാമിയുടെ ഉപാസകന്മാർ വിവാഹം കഴിക്കാത്ത ആൾക്കാരായിരിക്കണമെന്ന നിബന്ധനയുണ്ടോ? അത് ഒരു നിബന്ധന എന്താന്ന് വെച്ചാൽ എന്റെ ഗുരുനാഥൻ പറഞ്ഞു തന്ന ഒരു അറിവ് മാത്രമേ എനിക്കുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതില് പഞ്ചമുഖി ഹനുമാനുണ്ട്. മകരധ്വജന്റെ അടുത്ത് ചെല്ലുമ്പോൾ പഞ്ചമുഖത്തില് നരസിംഹം ഉൾപ്പെടെ അതിനകത്ത് വരണ്ട്, ഗരുഡൻ ഉൾപ്പെടെ വരുന്നുണ്ട്. ആ മുഖത്തിൽ ആരാധിക്കണ ഉപാസകർ ഒരിക്കലും വിവാഹ ജീവിതം വർജിക്കണമെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ഞാൻ കണ്ടെത്തിയ ഉപാസകർ ആരും വിവാഹം കഴിക്കാത്ത ആളുകളല്ല, കഴിച്ച ആളുകൾ തന്നെയാണ്. കുടുംബത്തോടു കൂടി ജീവിക്കുന്ന ആളുകൾ, ഞാൻ ഉൾപ്പെടെ. എനിക്ക് ഇതുവരെ ഒരു ദോഷവും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതായത് ഒരു ഭാവത്തിൽ ആരാധിക്കുന്ന അല്ലെങ്കിൽ ഉപാസിക്കുന്ന ആളുകൾക്ക് മാത്രമേ ആ ഒരു പറഞ്ഞിട്ടുള്ളൂ. വിവാഹം ആവണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അദ്ദേഹം നമ്മളെ കാണുന്നത് എന്താണ്, സത്യസന്ധത നമുക്ക് വരണം. പിന്നെ ഇതിനകത്ത് ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊക്കെ കേട്ടുകേൾവികളാണ്, നമ്മുടെ യഥാർത്ഥമല്ല. മനസ്സിലായോ? അപ്പോ നമ്മളുടെ അനുഭവങ്ങൾ മാത്രം നമ്മൾ എടുത്താൽ മതിയല്ലോ. അപ്പൊ നമ്മളൊരു വിവാഹിതനാണ്, ഒരു ഉപാസകനാണെങ്കിൽ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അതില് വേറൊരു ആപത്ത് ഒളിഞ്ഞിരിക്കണില്ല. മനസ്സിലായോ? അപ്പൊ നമ്മളൊരു ഉപാസകനാണ്, നമ്മൾ വിവാഹം കഴിച്ചു, നമ്മുടെ ഭാര്യ ഡിപ്രഷനിലേക്ക് പോയി, അല്ലെങ്കിൽ ഭാര്യ മരിച്ചുപോയി, അല്ലെങ്കിൽ നമ്മുടെ കുടുംബം അനാഥപ്പെട്ടെങ്കിൽ നമുക്കത് ചിന്തിക്കണം ഈ പറഞ്ഞ വാക്കുകൾ. ഈ നിമിഷം വരെ ഇപ്പൊ ഇത്തരം പ്രായത്തിന്റെ ഇടയിൽ നമുക്ക് ഇതൊന്നും സംഭവിക്കാത്തോടത്തോളം കാലം നമുക്ക് സ്വാമിയുടെ ആ ഭക്തിയും ഈ ഉപാസനയും നല്ല രീതിക്ക് കൊണ്ടുനടക്കാനാണ് നമ്മുടെ മനസ്സ് പറയുന്നത്. അപ്പൊ ഞാൻ അതുകൊണ്ട് അതിനെ കൂടുതൽ ഉള്ളിലേക്ക് വലിച്ചയക്കാറില്ല. സ്വാമി ചിന്തിക്കാതെ നമുക്കൊരു കുട്ടിയെ കിട്ടില്ല. ഒരു ഉപാസകനെ സംബന്ധിച്ച് ആ ഉപാസകന്റെ വഴി ചെറുപ്പം തൊട്ട് അവനെ നിയന്ത്രിക്കുന്നത് ആ ശക്തിയായിരിക്കും, അവന്റെ ജനനം തൊട്ട്. പക്ഷെ അവൻ തിരിച്ചറിയണത്, ആ മൂർത്തിനെ തിരിച്ചറിയണത് അവന്റെ തിരിച്ചറിവ് പറഞ്ഞ കാലത്താ. പക്ഷെ അതിനു മുമ്പേ മുജ്ജന്മത്വം തൊട്ട് സ്വാമിയുടെ പ്രസൻസ് അവന്റെ ഉള്ളിൽ ഉണ്ടാവും. അവൻ ഗർഭപാത്രത്തിൽ കിടക്കുന്ന സമയത്തും സ്വാമിയുടെ പ്രസന്റ് ഉണ്ടാവും.
പക്ഷെ അവനൊരു തിരിച്ചറിവ് വരുമ്പോഴാണ് ആ ഉപാസകൻ ആ മൂർത്തിയെ മനസ്സിലാക്കണത്. മനസ്സിലായ? അതെ അതെ. അപ്പൊ ആ വ്യക്തിനെ ഏത് വഴിക്ക് നയിക്കണമെന്നുള്ളത് ആർക്കറിയാം? ഈ മൂർത്തിക്ക് അറിയാം. അപ്പോ നമ്മൾ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ മൂർത്തിയുടെ അനുവാദം ഇല്ലാതെ നമുക്ക് വിവാഹം കഴിക്കാൻ പറ്റില്ല. മനസ്സിലായോ? മനസ്സിലായി. അപ്പൊ നമ്മൾ അതിനെ ആ രീതിയിൽ കാണണ്ട എന്നുള്ളതാണ് എന്റെ അനുഭവം. എന്റെ അനുഭവമല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്റെ അനുഭവം അങ്ങനെയാണ്. വിവാഹം കഴിക്കാം, ഏത് ഉപാസകനും വിവാഹം കഴിക്കാം, സത്യസന്ധമായിട്ട് ജീവിക്കാം. അതിന് ഒരാളുടെയും വാക്കുകൾ കേട്ട് നമ്മൾ ഇതാവേണ്ട കാര്യമില്ല. ഈ ശാരീരിക ഫലം, അതുപോലെ തന്നെ രോഗാവസ്ഥകള്, വാതരോഗങ്ങള് തുടങ്ങിയ പല കാര്യങ്ങൾക്കും ഹനുമാൻ ഉപാസനയും അതുപോലെ തന്നെ ഹനുമാന്റെ പ്രാർത്ഥിക്കുന്നതും ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കുന്നതും അവിൽ നിവേദ്യം കൊടുക്കുന്നതും ഒക്കെ വളരെ ഫലപ്രദമാണ് എന്ന് കേട്ടിട്ടുണ്ട്. അതിനെപ്പറ്റി എങ്ങനെയാ നമ്മുടെ ഒരു ഫിസിക്കൽ കണ്ടീഷനിൽ ഇപ്പം ശക്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ ആരാധിക്കേണ്ട, അതായത് മാനസികമായിട്ടും ശാരീരികമായിട്ടും ആരാധിക്കേണ്ട ഒരു മൂർത്തിയാണ് എന്ന് കേട്ടിട്ടുണ്ട്. അതിനെപ്പറ്റി ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും ഇത് എല്ലാം സ്വാമിയിൽ അധിഷ്ഠിതമാണ്. അപ്പോ ഫിസിക്കലി നമുക്ക് അത് അദ്ദേഹത്തിന്റെ മന്ത്രം ജപിക്കണമെന്നൊന്നും പറയില്ല. നമ്മൾ ചാലിസ ജപിച്ചാൽ മതി. നിരന്തരം നമ്മൾ ചാലിസ ഒരു ദിവസം ഒരു അരമണിക്കൂർ വേണ്ട ചാലിസ ജപിച്ച് തീർക്കാനായിട്ട്. നമ്മൾ നിരന്തരം ചാലിസ ജപിച്ചു വെക്കും. ഒരു ഫോട്ടോ പോലും വെക്കണമെന്നില്ല. വെറുതെ ഒരു വിളക്ക് എത്തിച്ചിട്ട് നമ്മൾ ഒരു 10 ദിവസം അടുപ്പിച്ച് ചാലിസ ജപിച്ചാൽ അവന്റെ ജീവിതത്തിൽ അതിൻ്റെതായ മാറ്റം സംഭവിക്കും. അപ്പൊ ആ എനർജി നമ്മളിലേക്ക് വരും. ഒരു അനുഗ്രഹമായിട്ട് തന്നെ വരും സ്വാമി. പെട്ടെന്നാണ് സ്വാമിയുടെ പ്രസൻസ് എന്ന് പറയാം. വായു വേഗത്തിലാണ് നമുക്ക് അനുഗ്രഹം കിട്ടുക സ്വാമിയുടെ. അപ്പൊ നമ്മളുടെ ബോഡിയിൽ എന്ത് ദോഷം ഉണ്ടെങ്കിലും ആ സ്വാമിയുടെ എനർജിയോടുകൂടി അത് മാറ്റം സംഭവിച്ചിരിക്കും. അതിന് പ്രത്യേകിച്ച് ഒരു എന്താ പറയാ ഒരു സംവിധാനത്തിലൂടെ ഒന്നും നമ്മൾ പോകേണ്ട കാര്യമില്ല. ഞാൻ പറയണത് എല്ലാവരോടും ചാലിസ ജപിക്കാനാ പറയണേ. കാരണം ചില ആളുകൾ പറയും ചാലിസ ജപിക്കുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്, നിഷ്ഠകളുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഞാൻ. പക്ഷെ നിഷ്ഠകൾ എന്നൊക്കെ പറയണതിലൊക്കെ എത്രത്തോളം അർത്ഥം ഉണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്റെ അനുഭവത്തിൽ ഞാൻ വലിയ നിഷ്ഠകളോ അല്ലെങ്കിൽ അതിൻ്റെതായ വിധികളോ ഒന്നും ഞാൻ ആചരിച്ചിട്ടില്ല. അത് ചിലപ്പോൾ എന്റെ പൂർവ്വജന്മത്തിൽ സ്വാമി നിൽക്കണോണ്ടായിരിക്കും. പക്ഷെ ഞാൻ അനുഭവിക്കാത്ത കാര്യങ്ങൾ ഞാൻ ഒരാളിലേക്ക് അടിച്ചേൽപ്പിക്കാറുമില്ല. നിങ്ങൾ അത് ചെയ്യണത് ഇതൊന്നും വേണ്ട. നമ്മുടെ ഉള്ളിൽ വിനയം, ഭക്തി, എളിമ, ഒരു നല്ല വ്യക്തികളെ മനസ്സിലാക്കാനുള്ള ഒരു മനസ്സ്, ഇല്ലേ, ചീത്ത വ്യക്തികളെ ആണെങ്കിൽ അകറ്റി നിർത്താനുള്ള ഒരു മനസ്സ്, ഇതൊക്കെ നമ്മളിലേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും സ്വാമിയെ ചേർത്ത് നിർത്തി കൊണ്ടുപോകാം. നമുക്ക് ഫിസിക്കലി ആയാലും നമുക്ക് എന്ത് മാനസികമായ പീഡകളായാലും സ്വാമി മാറ്റി തരും. ഉറപ്പാണത്. നമ്മുടെ അനുഭവം തന്നെ അതിന് ഗുരുവാണ്.